ബാക്കി നമുക്ക് ആരെന്ത് നമ്മളെക്കുറിച്ച് പറയുന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ ആർക്കും ദോഷം ചെയ്യാറില്ല, ഞാൻ ആരെക്കുറിച്ചും. മുന്നോട്ടുള്ള യാത്രയിൽ ഒരു തടസ്സം ആരെങ്കിലും നിന്നതായിട്ട് തോന്നുന്നു? നമ്മളെ ആരെങ്കിലും കൈ പിടിച്ച് ഉയർത്തിയാൽ നമുക്ക് ഉയരാൻ കഴിയുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ? എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എനിക്ക് പകരം വേറെ ആരെങ്കിലും ചെയ്യുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കലേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിന്റെ മാക്സിമം. നമസ്കാരം. ഞാൻ ഇന്ന് ലൊക്കേഷനിലുള്ള യാത്രയിലാണ്. മറ്റൊരു അതിഥി എന്നോടൊപ്പം ഉണ്ട്, അഖില കുറേ സിനിമകൾ അഭിനയിച്ച. അഖിലയുടെ ഇന്റർവ്യൂ ഇതിനു മുമ്പ് ഞാൻ എടുത്തിട്ടുണ്ട്, പക്ഷെ അഖിലയാണ് ഇന്നിപ്പോൾ എന്നോടൊപ്പം ഉള്ളത്. അഖില നമസ്കാരം. നമ്മൾ ഒരു ഇന്റർവ്യൂ ഒക്കെ എടുത്തിട്ടുണ്ടല്ലേ? ഏത് സിനിമയ്ക്കായിരുന്നു? നിത്യഹരിത നായകൻ. വേറെ ഒരെണ്ണം കൂടെ എടുത്തിട്ടുണ്ടല്ലോ നമ്മള്, ഡിവോഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള പടത്തിന്. അതല്ലേ, കുറേ ആയി നമ്മൾ കണ്ടിട്ട്. എങ്ങനെയുണ്ട്? സുഖം. ഇപ്പം പാലക്കാട് ഒറ്റപ്പാലം ഷൂട്ടില് പുതിയ സിനിമ പേരിട്ടിട്ടില്ല എന്നാണ് അല്ലേ? അതിലെന്താണ് കഥാപാത്രം? അതില് ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് കുറച്ച് എന്താ പറയാ ഡിഫറെൻറ്റ് ക്യാരക്ടറാണ്. സിന്ധു എന്ന് പറഞ്ഞിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം എൻ്റെ നോർമലിൽ നിന്ന് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള, കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള ഒരു കേന്ദ്ര കഥാപാത്രമായിട്ടുള്ളൊരു സംഭവമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ജാഫർ ഇടിക്കും ഇന്ദ്രൻസും പ്രധാന റോളിൽ ചെയ്യുന്ന ഒരു അല്ലേ? ഇതിനു മുമ്പ് ജാഫർ ഇടിക്കയുടെ കൂടെ മോളായിട്ട് അഭിനയിക്കും, ഇപ്പൊ ഭാര്യയായിട്ട് അഭിനയിക്കും. അത് ഇതിന് മുന്നേ ഉണ്ട്, നിത്യഹരിത നായകനിലും അഭിനയിച്ചിട്ടുണ്ട്. ഇപ്പം വേറൊരു പടം കൂടെ ഞങ്ങൾ ഒരുമിച്ച് ചെയ്തു, മന്ദാകിനി എന്ന് പറഞ്ഞിട്ട്. അത് റിലീസാകാൻ പോകുന്നു അല്ലേ? ഇപ്പൊ മൊത്തം എത്ര സിനിമയായി? മൊത്തം 14 സിനിമയായല്ലേ? കുഴപ്പമില്ല. നല്ലൊരു തിയേറ്റർ ആർട്ടിസ്റ്റാണ്. എൻ്റെ അറിവ് ശരിയാണോന്ന് എനിക്കറിയില്ല അല്ലേ? എങ്ങനെയുണ്ട്? അതിൽ നിന്നും സിനിമയിലേക്ക് ഒരു വരവ് എളുപ്പമായിരുന്നു? ശരിക്കും ഞാൻ സിനിമ ആദ്യം ട്രൈ ചെയ്തേ. സിനിമയാണ് ആദ്യം ചെയ്തത്. അങ്ങനെ രണ്ടാമത്തെ സിനിമ ചെയ്യുന്ന സമയത്താണ് എനിക്ക് തന്നെ തോന്നുന്നത്, ഓക്കെ കുറച്ചൊക്കെ നമ്മൾ അവയർനെസ് വേണം, പഠിക്കണം. ആക്ടിങ് ചുമ്മാ വന്ന് ചെയ്തു പോകാൻ പറ്റുന്നൊരു കാര്യമല്ല എന്ന് ആ ഒരു സെക്കൻഡ് മൂവിയിൽ തന്നെ മനസ്സിലായി. അങ്ങനെ ഞാൻ ചന്ദ്രദാസൻ സാറിൻ്റെ അടുത്ത് ലോകധർമ്മിയിൽ പോവാണ് ചെയ്തത്. പിന്നെ മാഷിൻ്റെ കൂടെയാണ്. ഇപ്പം കുറച്ചും കൂടെ ഇൻട്രസ്റ്റ് കൂടിയപ്പോൾ കൂടുതൽ അറിയുമ്പം ഇൻട്രസ്റ്റ് കൂടി. അപ്പം ഞാനിപ്പം കുറച്ചും കൂടെ അറിയാനുള്ള ശ്രമങ്ങളിലാണ്. തിയേറ്ററിനെ കുറിച്ചും നമ്മളുടെ വിവിധ തരം എന്താ പറയുക മേഖലകളെ ചുറ്റിപ്പറ്റി എന്താ പറയുക, അതിന് ഭയങ്കര ഡിഫറൻസ് ഉണ്ട്. അത് ഞാൻ ഇപ്പോഴാണ് ഈ ഇടയ്ക്കാണ് എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയത്. അപ്പം ഞാൻ അതിങ്ങനെ പഠിച്ച് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം ചെയ്ത് 14 സിനിമ ചെയ്തു എന്ന് പറഞ്ഞു. ഈ സിനിമയിൽ നമുക്ക് ഒരു ബ്രേക്ക് തന്ന സിനിമ ഏതാന്ന് വെച്ചാൽ ഏത് പറയും? ഇലവിഴ പുഞ്ചിറ, സൗബിന്റെ വൈഫായിട്ട് അല്ലേ? അതെങ്ങനെയാണ് ആ സിനിമയിലേക്ക് എത്തുന്നത്? ആ സിനിമയില് ശരിക്കും പറഞ്ഞാൽ ഞാൻ അതിന് മുന്നേ മാലിക് ചെയ്തിരുന്നു. മാലിക്, വെള്ളം, ഇതിലൊക്കെ ചെറിയ ചെറിയ കഥാപാത്രങ്ങൾ ചെയ്തിരുന്നു. അപ്പം അതിന് മുന്നേ ഞാൻ ചെയ്ത പടമാണ് നിത്യഹരിത നായകൻ. അതിന് ലീഡ് റോളാണ് നമ്മൾ ചെയ്തത്. പിന്നീട് വന്നിട്ടുള്ളതൊക്കെ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ആണെങ്കിലും സ്ക്രീൻ സ്പേസ് കുറവായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഒരു ദിവസം ഡിസൈഡ് ചെയ്യാണ്, നമുക്കിനി കുറച്ചും കൂടെ സ്ക്രീൻ സ്പേസ് ഉള്ള എനിക്ക് ചാലഞ്ചിങ് ആയിട്ടുള്ള റോൾസ് എടുക്കാം എന്ന് വിചാരിക്കുകയാണ്. അപ്പം ഞാൻ വർക്കും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ അന്നേ ദിവസമാണ് എനിക്ക് ജിനീഷ് എന്ന് പറഞ്ഞിട്ടുള്ള അതിൻ്റെ അസിസ്റ്റൻ്റ് ഒരു കോൾ വരുന്നത്. അപ്പോൾ അവരിങ്ങനെ സംസാരിച്ച് വന്നപ്പം വളരെ ചെറുതാണെന്നൊക്കെ പറഞ്ഞിരുന്നു. പക്ഷെ ദ വേ ഹി ടോക്ഡ് വാസ് റിയലി കൺവിൻസിങ്. അപ്പം ഞാൻ അങ്ങനെ ഞാൻ പറഞ്ഞു ഞാനെ വിളിക്കേണ്ട, ഞാനിത് ചെയ്തോളാം. അപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു ഇത് ഷാഹി കബീറാണ് ഡയറക്റ്റ് ചെയ്യുന്നതെന്നും സൗബിക്കയാണ് ലീഡെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ കമ്മിറ്റ് ചെയ്തു. അങ്ങനെ ഞാൻ ലൊക്കേഷനിൽ ഒരു ദിവസം കോസ്റ്റ്യൂം ട്രയലിനും പിന്നെ ഫോട്ടോഷൂട്ടിനും വേണ്ടി ചെല്ലുമ്പോഴാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയുന്നത്. അപ്പോൾ ഭയങ്കര ഹാപ്പിയായി. അങ്ങനെയാണ് ഞാൻ ഈ പടത്തിൽ ജോയിൻ ചെയ്യുന്നത്. ഇലവിഴ പൂഞ്ചിറയിൽ അങ്ങനെയാണ് ജോയിൻ ചെയ്തത്. അല്ല, ഇലവിഴ പൂഞ്ചിറ എന്ന് പറയുന്ന ഒരു വലിയ സിനിമയാണ് അല്ലേ? സൗബിൻ എന്ന് പറഞ്ഞാൽ വലിയൊരു ആക്ടറാണ്, ഒരു ഡയറക്ടറാണ്, ഒരു ആക്ടറാണ്. സൗബിന്റെ കൂടെ ആ സ്ക്രീൻ ഷെയർ ചെയ്യുമ്പോൾ സൗബിന്റെ വൈഫായിട്ടാണ് സിനിമയിൽ വരുന്നത്. അതൊരു വലിയൊരു കഥാപാത്രമാണ്. ഈ സ്ക്രീൻ സ്പേസ് കുറവെന്ന് വെച്ചാൽ ഒരു കഥാപാത്രമാണ് അല്ലേ? ആ സിനിമ നമ്മുടെ മനസ്സിൽ ഇങ്ങനെ ഓടിക്കളിക്കുമ്പോൾ നമുക്ക് ആ ഒരു വൈഫിന്റെ, എനിക്ക് പറയാൻ വാക്കുകളില്ല, ആ വൈഫിൻ്റെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അല്ലേ, ഭയങ്കരമായിട്ട് സിനിമയിൽ വർക്ക് ചെയ്യുന്നത്. അത്തരം ഒരു സീൻ ചെയ്യുമ്പോൾ എന്തായിരുന്നു ചലഞ്ച്? ആക്ച്വലി പറഞ്ഞ പോലെ സൗബിക്കാൻ്റെ കൂടെ ആദ്യമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്.
പക്ഷെ സൗബിക്കയും ആ എൻറ്റയർ ക്രൂ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. വെച്ച് കഴിഞ്ഞാൽ ഞാനവിടെ എനിക്ക് തോന്നുന്നു വളരെ ഫീമെയിൽസ് കുറവുള്ളൊരു സിനിമ. അപ്പോൾ അവിടെ കയറി ചെല്ലുമ്പോൾ നമുക്ക് തന്നെ എന്തായിരിക്കും നമുക്ക് എക്സ്പെക്റ്റേഷൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അവിടെ ചെന്നപ്പോൾ അവർ ഭയങ്കര വെൽക്കമിങ് ആയിരുന്നു, ഇൻക്ലൂഡിങ് സൗബിക്ക. അപ്പോൾ എനിക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടൊന്നും അവിടെ ഫീൽ ചെയ്തിട്ടോ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ക്ലൈമാക്സ് സീൻസ് നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ ബുദ്ധിമുട്ട്, കാലാവസ്ഥ ബുദ്ധിമുട്ട് കാരണം നമുക്ക് കുറച്ച് എക്സ്റ്റെൻഡ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് സീൻ ഷോട്ട് ചെയ്യുന്ന സമയം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ ഇക്ക പറഞ്ഞു ഒറ്റ ടേക്ക് എനിക്ക് കാണണ്ട, ഞാൻ പോയിട്ട് നിങ്ങൾ സെറ്റപ്പ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഷോട്ട് റെഡി ആയപ്പോൾ ഇക്കനെ വിളിച്ചു, ഇക്ക വന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു കണ്ണടച്ച് കിടക്കണം എന്ന് പറഞ്ഞു. പിന്നെ അതിൻ്റെ ആംഗിൾസ് പോകുമ്പോഴാണ് നമ്മൾ അപ്പോൾ ആദ്യം എടുത്തതിൽ ശരിക്കും വഴുക്കി വീഴുന്നൊരു സീനൊക്കെ ഉണ്ട്. വഴുക്കി വീഴും അത്, അതുകൊണ്ട് പിന്നെ നമുക്ക് കാരണം എൻ്റെ കാലിൻ്റെ സൈഡിൽ കൂടെ വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇക്ക എന്നോട് പറഞ്ഞിട്ടുണ്ടായില്ല. അപ്പം ഫസ്റ്റത്തെ ഷോട്ട് കഴിഞ്ഞ് വന്ന് മൂപ്പര് വീഴുമ്പോൾ ഞാൻ കണ്ണ് ഞെട്ടി ഇങ്ങനെ തുറക്കുകയാണ്. പിന്നെ നമുക്ക് ഒന്നും കൂടെ പോകേണ്ടി വന്നു. പക്ഷെ ആ ഒരു ക്യാരക്ടറിനെ ഇക്ക ഉൾക്കൊണ്ടതും അതിനുശേഷം ഞാൻ ഈ സിനിമ മുഴുവനായിട്ട് കാണുന്നത് തിയേറ്ററിൽ വെച്ച് ഞങ്ങൾ ക്രൂവിൽ ഒരുമിച്ചിരിക്കുമ്പോഴാണ്. അപ്പം ഞങ്ങളിങ്ങനെ തിരിഞ്ഞിങ്ങനെ നോക്കുന്ന സമയത്താണ് നമുക്ക് ശരിക്കും നമ്മൾ ചെയ്തു വെച്ച കഥാപാത്രത്തിനെ കുറിച്ച് ഭയങ്കര പ്രൗഡായിട്ട് തോന്നിയിട്ടുള്ള ഒരു മൊമെൻ്റായിരുന്നു ഇലവീഴ പൂഞ്ചിറ. ഈ സിനിമകൾ വേണ്ടത്ര മലയാള സിനിമയിൽ സ്പേസ് കിട്ടുന്നില്ല എന്ന് തോന്നിയിട്ടുണ്ടോ? നമുക്ക് നമ്മുടെ പ്രൊഫൈൽ എത്തിപ്പെടാൻ ചെറിയ ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ട് എനിക്ക്. നമ്മളുടെ പ്രൊഫൈല് ഒരു സ്ഥലത്തു നിന്ന് ഒരു സ്ഥലത്ത് നമുക്ക് അറിയണമല്ലോ ഇങ്ങനെ ഒരു ആർട്ടിസ്റ്റ് ഉണ്ട് എന്നുള്ളത് ഇവർ അറിയണമല്ലോ. സോഷ്യൽ മീഡിയയിലൊന്നും ഞാൻ അത്ര വലിയ ആക്റ്റീവ് ഒന്നും അല്ല, എപ്പോഴെങ്കിലും ഒരു റീല്. കാരണം ഞാൻ ഏറ്റവും കൂടുതൽ ഫോട്ടോ എടുക്കുന്നതിലും കൂടുതൽ ഞാനത് കാണുക ചെയ്യാം. അപ്പോൾ ഫോട്ടോ എടുക്കാൻ മറന്നു പോകും. ഫോട്ടോയിലെടുത്ത് ഈ കണ്ടിന്യൂസ്ലി സോഷ്യലി ആക്റ്റീവ് ആയിരിക്കുക എന്ന് പറയുന്നത് എനിക്കെന്തോ അതങ്ങോട്ട് പറ്റാറില്ല. അതുകൊണ്ടുള്ള നമ്മുടെ പ്രൊഫൈൽസ് ഇപ്പം എല്ലാവരും സോഷ്യൽ മീഡിയാസ് നോക്കുന്നത് കൊണ്ടുള്ള ഒരു ബുദ്ധിമുട്ട് തോന്നാറുണ്ട്. നമുക്കിങ്ങനെ ചെന്ന് നമ്മുടെ പ്രൊഫൈൽ കൊടുക്കാനുള്ള ഒരു ഓപ്ഷൻസ് ഇല്ല, എല്ലാവരും സോഷ്യൽ മീഡിയ ആണ് നോക്കുന്നത് എന്നുള്ളത് കൊണ്ടുള്ള ചെറിയ ബുദ്ധിമുട്ടുകൾ. നല്ലൊരു ജോലി ഉണ്ടായിരുന്നു അല്ലേ? അല്ലേ, ആ ജോലി എനിക്കറിയാമെങ്കിലും പ്രേക്ഷകർക്ക് അറിയണ്ടേ? ഞാൻ വർക്ക് ചെയ്തത് പറയുകയാണെങ്കിൽ ഞാൻ GTA 5 എന്ന് പറഞ്ഞിട്ടുള്ള ഗെയിംസ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട് ബാംഗ്ലൂർ. പിന്നെ ഞാൻ KCBയിലുണ്ടായിരുന്നു, ആലുവയുണ്ടായിരുന്നു, അവനവഞ്ചേരി എന്ന് പറഞ്ഞ ആലുവ സബ് സ്റ്റേഷനിലുണ്ടായിരുന്നു, പിന്നെ അവനവഞ്ചേരി ഉണ്ടായിരുന്നു. പിന്നെ അവിടെയൊക്കെ എന്താ പറയുക പാരലൽ ട്രെയിനിങ് എന്നുള്ളൊരു പോസ്റ്റിലാണ് നമ്മൾ പോകുന്നത്. പിന്നെ പിന്നെ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, നിയോ ഫിലിം സ്കൂളിൽ വർക്ക് ചെയ്തിട്ടുണ്ട്, മാറ്റ്നിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പം ഈ ഒരു നമുക്ക് എന്താ പറയുക രണ്ടും കൂടെ ബാലൻസ് ചെയ്ത് പോകാൻ ബുദ്ധിമുട്ട്. ഞാൻ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു, പിന്നെ PG ചെയ്തു. ഇലക്ട്രിക്കലാണ് UG ചെയ്തത്, PG പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവിൽ ചെയ്തു. പിന്നെ കുറച്ചാൾ ഇങ്ങനെ വർക്ക് ചെയ്ത് ഇപ്പം ഒന്നും ചെയ്യുന്നില്ല. സിനിമയാണോ ഗെയിം? ആർട്ടിസ്റ്റ് അങ്ങനെ സിനിമയൊന്നുമില്ല. സിനിമയൊന്നുമില്ല, ആർട്ടിസ്റ്റ്. ഡ്രാമയായാലും കുഴപ്പമില്ല? ഇല്ല, കുഴപ്പമില്ല എന്നുള്ളതല്ല, അതിന് കുഴപ്പമില്ല എന്ന് പറയാനല്ല. രണ്ടും രണ്ട് രീതിയിൽ വളരെ മുന്നിലേക്ക് നിൽക്കുന്നതാണ്. കുഴപ്പമില്ല ഇത് രണ്ടിലും ആണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രൗഡാണ്. കുഴപ്പമില്ല എന്നുള്ളൊരു വാക്ക് അവിടെ വരില്ല. ഞാൻ ഒരു തിയേറ്റർ ആർട്ടിസ്റ്റ് ആണെന്നും അതേസമയം ഞാനൊരു മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരു ആർട്ടിസ്റ്റ് ആണെന്ന് പറയാനും ഞാൻ ഈക്വലി പ്രൗഡാണ്. നേരത്തെ പറഞ്ഞു നമുക്ക് എത്തിപ്പെടാൻ നമ്മുടെ പ്രൊഫൈൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞു. പെൺകുട്ടികൾ പൊതുവെ ഒരാളില്ലെങ്കിൽ അടുത്ത ആൾ ഉള്ള സിനിമാ മേഖല വലുതാണ് അല്ലേ? സിനിമാ മേഖല എല്ലാം പഠിച്ചിട്ടാണല്ലോ സിനിമാ മേഖലയിലേക്ക് വരുന്നത്. വലുതാണ് സിനിമാ മേഖല. ഞാൻ വന്നിട്ടാണ് പഠിച്ചത്. അപ്പോൾ പഠിച്ച കാര്യം നമുക്ക് പിന്നീട് കഴിക്കാം. സിനിമാ മേഖല എന്നൊരു വലുതാണ്. ഇപ്പം എത്തിപ്പെടാൻ പറ്റാൻ നമ്മളൊരു പ്രൊഫൈൽ എത്തിക്കാൻ കഴിയുന്നില്ല എന്ന് പറയുമ്പോൾ നമ്മളെ ആരെങ്കിലും കൈ പിടിച്ച് ഉയർത്തിയാൽ നമുക്ക് ഉയരാൻ കഴിയുള്ളൂ എന്ന് തോന്നിയിട്ടുണ്ടോ ഇപ്പോൾ? അങ്ങനെ ഉണ്ടെങ്കിൽ നല്ലത്, ഇല്ലെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും? ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊന്നുമില്ല. ചില വഴികളിൽ നമ്മൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും, ചില സമയത്ത് നമുക്ക് തോന്നും ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ. പക്ഷെ അതില്ലാന്ന് വിചാരിച്ചാൽ നമുക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. നമ്മൾ വർക്ക് ചെയ്യണം. എൻ്റെ ആവശ്യം എന്താ? ഞാൻ ആർട്ടിസ്റ്റ് ആവണം. അതിന് എനിക്ക് പറ്റാവുന്ന വാതിലുകളെല്ലാം ഞാൻ മുട്ടണം. അപ്പം അങ്ങനെയാണ് ഞാൻ. അല്ലാതെ എനിക്കതിൽ വിഷമമൊന്നുമില്ല. അല്ല, അങ്ങനെ എത്തിപ്പെടാൻ പറ്റാത്തതിൽ വിഷമമില്ല എന്ന് പറയുമ്പോൾ നമ്മൾ എത്തുന്ന സിനിമ മേഖലയിൽ നിന്ന് എത്തിപ്പെടാൻ പറ്റാത്ത മേഖല എത്തിയിട്ടുണ്ടല്ലേ? സിനിമയ്ക്ക് ഒരു ഗ്യാങ് ഉണ്ട് അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ ആ ഗ്രൂപ്പിൽ എത്തിപ്പെടാൻ പറ്റാത്തതുകൊണ്ട് നിങ്ങളിലേക്ക് പല സിനിമയും പോകുന്നില്ലേ? അങ്ങനെ എത്തിപ്പെടാൻ പറ്റില്ല, അങ്ങനെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുമ്പോഴും സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? അങ്ങനെയല്ല,
അങ്ങനെയല്ല, അത് പറയുമ്പോൾ പല രീതിയിലാണ് പറയാം. ഞാൻ ഇതിനെ അങ്ങനെയൊന്നും കാണുന്നില്ല. ഞാനിപ്പോൾ ആലോചിക്കുന്നത്, ഞാൻ നാളെ ഒരു സ്ക്രിപ്റ്റൊക്കെ എഴുതുന്ന സമയത്ത് നമുക്ക് അറിയുന്നവരും അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നവരും പല രീതിയിലായിരിക്കും ചിന്തിക്കുന്നത്. അപ്പം ഞാൻ ആ ഒരു കംഫർട്ടബിൾ സോൺ ചൂസ് ചെയ്യുന്നതാണ്. അതിന് നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവിടേക്ക് നമ്മൾ എത്തുക എന്നുള്ളതാണ്. ഞാൻ ഈ സൈഡ് നോക്കുക. നമുക്ക് ആക്ച്വലി കുറ്റം പറയാനും എന്താ പറയുക, പല കാര്യങ്ങളും പല സൈഡിൽ നിന്നും പറയാൻ എളുപ്പമാണ്. പക്ഷെ അത് പറയുന്നത് കൊണ്ട് എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? എൻ്റെ എഫേർട്ട് തന്നെ വേണ്ട. എനിക്ക് ആർട്ടിസ്റ്റ് ആവണമെങ്കിൽ ഞാൻ തന്നെ എഫേർട്ട് ഇടണ്ടേ? വേണം. എനിക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല എനിക്ക് പകരം വേറെ ആരെങ്കിലും ചെയ്യുന്നു. അങ്ങനെ ഞാൻ ചിന്തിച്ചിരുന്നു കഴിഞ്ഞാൽ ഞാൻ ഇരിക്കലേ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് എനിക്ക് ചെയ്യാൻ പറ്റാവുന്നതിൻ്റെ മാക്സിമം എഫേർട്ട് ഞാൻ ഇടും. അപ്പം അത് എഫേർട്ട് ഇട്ടുമ്പോൾ അത് നടന്നോളും. പിന്നെ ചിലപ്പോൾ കുറച്ച് ലേറ്റ് ആവും, അത്രേ ഉള്ളൂ പ്രശ്നം. വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ വളരെ ഹാപ്പി ആയിട്ട് വളരെ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ളൊരു സ്റ്റേജും എനിക്ക് എൻ്റെ ലൈഫിലുണ്ടായിരുന്നു. കാരണം കരിയർ വേണ്ട എന്ന് വിചാരിച്ച് ഇതിലേക്ക് വരുന്ന സമയത്ത് എനിക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, ചേച്ചിയുണ്ട്, ഇവരൊക്കെ കൺവിൻസ് ചെയ്യണം. ഒരു അൺസർട്ടനിറ്റി ഉള്ള ഒരു ഫീൽഡിലേക്കാണ് അവർ നോക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും ആയിട്ടില്ല. സോ അങ്ങനത്തെ ഒരുപാട് കൺഫ്യൂഷനിൽ നിന്ന് വളരെ ക്ലാരിറ്റി ആയിട്ടുള്ളൊരു ഡിസിഷൻ എടുത്തത് എനിക്ക് ആർട്ടിസ്റ്റ് ആയാൽ മതി. അത് ഇനി എങ്ങനെയാണെങ്കിലും ഇനി ചെയ്യാൻ എനിക്ക് ആ ഒരു ജോലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ടെൻഷനൊന്നുമില്ല. ഞാനിങ്ങനെ ഹാപ്പി ആയിട്ട് വന്നു ചെയ്ത് ഞാൻ ആസ്വദിച്ച് ചെയ്യുന്നു. എനിക്ക് ടെൻഷൻസ് ഇല്ല. ഒരു സിനിമ ബാക്ക്ഗ്രൗണ്ടും ഇല്ല, വീട്ടിലാരും റിലേഷൻ അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാതെ വരുന്ന ഒത്തിരി പേരുണ്ടോ? അങ്ങനെ വന്നിട്ടുണ്ടോ? ഒത്തിരി പേര് അങ്ങനെയെന്ന് നമ്മൾ പറയേണ്ടി വരും. അങ്ങനെ വന്നു കഴിയുമ്പോൾ ഇപ്പോൾ പറഞ്ഞല്ലോ, എനിക്ക് അമ്മയുണ്ട്, അച്ഛനുണ്ട്, അനുജത്തിയുണ്ട്, ചേച്ചിയുണ്ട്. ഇവരോടെല്ലാം പറഞ്ഞിട്ടാണ് നമ്മൾ സിനിമയിലേക്ക് ഇറങ്ങുന്നത് അല്ലേ? അതിനകത്ത് നമുക്ക് പല സിനിമകളിൽ അഭിനയിച്ചു, ചെറിയ ചെറിയ വേഷങ്ങളാണ് അഭിനയിച്ചു പോകുന്നുണ്ടെങ്കിലും നമ്മളെ തേടി ക്യാരക്ടർ വരുന്നുണ്ടോ? അങ്ങനെ ഞാൻ ചെയ്തിട്ടുള്ളൊരു പടമാണ് ചതി. ശരത്ചന്ദ്രൻ വയനാടിൻ്റെ ചതി എന്ന് പറഞ്ഞിട്ടുള്ള പടം. ഞാൻ വളരെ ത്രൂ ഔട്ട് ചെയ്തിട്ടുള്ളൊരു ക്യാരക്ടറാണ്. വളരെ ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റിയൊരു ക്യാരക്ടറാണ്. പിന്നെ ഞാൻ ഡിവോഴ്സ് ചെയ്തു. ഡിവോഴ്സിൽ ഞാനൊരു അഡ്വക്കേറ്റാണ്. അപ്പം എനിക്ക് അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പഠിക്കണം ആയിരുന്നു. കാരണം എനിക്ക് 2-3 പേജ് വാദിക്കാനുണ്ട്. അപ്പം എൻ്റെ കൂടെ ഉള്ളതെല്ലാം തിയേറ്റർ ആർട്ടിസ്റ്റുകൾ. അപ്പം എനിക്ക് പേടിയാണ്. ഇവർ ഭയങ്കര പ്രിപ്പയർഡ് ആയിട്ടാണ് വരിക. മൈന്യൂട്ട് ബ്രേക്സ് പോലും ഇവർ പ്ലാൻ ചെയ്തിട്ട് വരും. അപ്പം ഞാൻ അവിടുത്തെ സെറ്റിൽ ചെറുതാണ്. അപ്പം ഞാൻ കാരണം ഒരു റീടേക്ക് പോകാൻ പാടില്ല എന്നുള്ളത് എൻ്റെ വാശിയാണ്. അതുപോലെ അക്ഷരസ്ഫുടത, ഒരു അഡ്വക്കേറ്റ് ആകുമ്പോൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞു. ഞാൻ ഈ തമിഴ്നാട്ടിൽ പഠിച്ചുകൊണ്ടൊരു ചെറിയ ഇടിക്കലുണ്ട് ഇടയ്ക്ക്. അപ്പം അതിനു വേണ്ടി ഇരുന്ന് വർക്ക് ചെയ്ത് ഞാൻ അത് ചെയ്തു. പിന്നെ ഞാൻ പറയാം, ഇരവീഴ പൂഞ്ചിറയും ചെറിയ വേഷമാണെങ്കിലും അതിൽ ആ ക്യാരക്ടർ ഇല്ലെങ്കിൽ സിനിമയില്ല. ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ മാലിക്കിലും ഞാൻ ചെയ്തത് ജോജു ചേട്ടൻ്റെ വൈഫായിട്ടാണ്. വളരെ ഒരു സീനേ ഉള്ളൂ. പക്ഷെ ക്ലൈമാക്സ് വരുമ്പം എൻ്റെ മോളാണ് കൊല്ലുന്നത്. അങ്ങനെ നമുക്ക് ഓരോ ക്യാരക്ടേഴ്സിനെയും നമ്മൾ അതിൻ്റെ ഒരു സ്റ്റോറി ബിൽഡ് ചെയ്ത് വരുമ്പോൾ ഞാൻ ചെയ്തിട്ടുള്ളതെല്ലാം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സാണ് ആ മൂവീന്. ഇൻഡസ്ട്രിയെ സംബന്ധിച്ചിടത്തോളം, ആസ് എൻ ആർട്ടിസ്റ്റ് സംബന്ധിച്ചിടത്തോളം ചെറുതാണ്. പക്ഷെ ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടറുകൾ വലുതാണ്. അപ്പോൾ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. ഒരു ഹെൽപ്പ് സിനിമാ മേഖലയിൽ ആര് ചെയ്തു എന്ന് വെച്ചാൽ ആരുടെ പേര് പറയാൻ പറ്റും? ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ട്. എനിക്കിപ്പോഴും ഉണ്ട്. രാജേഷ് ചേട്ടൻ ഓർമ്മയുണ്ടോ? എനിക്ക് രാജേഷ് മാധവൻ. എനിക്ക് ചേട്ടന് ചിലപ്പോൾ ഓർമ്മയുണ്ടോയെന്ന് പോലും എനിക്കറിയില്ല. കുമ്പളങ്ങി നൈറ്റ്സിൻ്റെ ലാസ്റ്റ് വരെ എൻ്റെ പ്രൊഫൈൽ പോയതാണ്. അപ്പോൾ ചേട്ടൻ തന്നെ എന്നെ വിളിച്ചിട്ടുണ്ട്, വേറൊരു പടം കൂടെ വരുന്നുണ്ട്, തങ്കം. ഞാൻ ഇമെയിൽ ID അയച്ചിട്ടോ. അതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ആ പടം നടന്നത്. അങ്ങനെ ഒരുപാട് പേരുണ്ട്. എൻ്റെ ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്രാവശ്യം ഞാൻ ഒരു ഓഡിഷൻ കൊടുത്ത സമയത്ത് അവർക്ക് എൻ്റെ ഫോട്ടോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ആ ക്രൂവിൽ ഒരാൾ എന്നെ നേരിട്ട് കണ്ടപ്പോൾ എന്നെ വിളിച്ചു. അപ്പം എന്നെ ഓർത്ത് വെക്കുന്നവരുണ്ട്. എന്നെ ഓർത്ത് വെച്ച് ഞാൻ നിഴലാഴം എന്ന് പറഞ്ഞിട്ടൊരു പടം ചെയ്തു. ഒരു ഡോക്യുമെൻ്ററി ബേസ്ഡ് ആയിട്ടുള്ള, എന്താ പറയുക, പാവക്കൂത്തിനെ ബേസ് ചെയ്ത് ഒറ്റപ്പാലത്ത് തന്നെ. അപ്പം അങ്ങനെ അതിൽ ഞാൻ 3 ഗെറ്റപ്പാണ് ചെയ്യുന്നത്. ഞാനൊരു 18 ചെയ്യുന്നുണ്ട്, പിന്നെ ഞാനൊരു 20-30 ആ ഏജ് ചെയ്യുന്നുണ്ട്, 60s ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ചെയ്തിട്ടുള്ള ക്യാരക്ടേഴ്സ് എല്ലാം അങ്ങനെ തന്നെയാണ്. അത് തെരഞ്ഞെടുത്തത് അങ്ങനെയൊന്നല്ല, എനിക്ക് വന്നിട്ടുള്ളത് ഇതുവരെ. ഒരു പേര് പറയാൻ തുടങ്ങിയാൽ ഒത്തിരി പേരുണ്ട്. ഒരുപാട് പേരുണ്ട്. ഇൻഡസ്ട്രിയിൽ ഒരുപാട് നല്ല ആൾക്കാരുണ്ട്. നമ്മളെ കണ്ടിട്ട് എന്താ പറയുക, നമ്മൾ ചില സെറ്റിൽ നമ്മളുടെ പെർഫോമൻസസ് കണ്ടിട്ട് ഈ കുട്ടീനെ വിളിക്കണമെന്ന് ഓർത്ത് വെച്ച് വിളിച്ചവരും ഉണ്ട്. ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഫോട്ടോ കണ്ട് ചിലപ്പോൾ ഇഷ്ടപ്പെടാതെ വരുന്നു, നേരിട്ട് കാണുമ്പോൾ ഈ ക്യാരക്ടർ പറ്റിയതാണെങ്കിൽ എന്ന് പറയുന്നു. എന്തുകൊണ്ടാണ് ഫോട്ടോ കാണുമ്പോൾ ഇഷ്ടപ്പെടാതെ പോകുന്നതെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? പിന്നെന്താ, എൻ്റെ ഫോട്ടോ ഫേസ് വേറെ ആയിരിക്കും. എന്നെ നേരിട്ട് കാണുമ്പോൾ വേറെ ആയിരിക്കും. അതിനൊന്നും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അങ്ങനെ പോകുന്ന ഇഷ്ടംപോലെ ക്യാരക്ടേഴ്സ് ഉണ്ട്.
എന്നെ അതിന് ശേഷം പ്രൊജക്റ്റിൻ്റെ കഴിഞ്ഞിട്ട് വന്നിട്ട് അയ്യോ കുട്ടീനെ അന്ന് നേരിട്ട് കണ്ടിരുന്നെങ്കിൽ കാസ്റ്റ് ചെയ്യാമായിരുന്നല്ലോ, അപ്പോഴൊക്കെ വിഷമം തോന്നാറുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ പറ്റും? അല്ല അത് ഇപ്പൊ പറഞ്ഞല്ലോ വിഷമം തോന്നി എന്തുകൊണ്ടാണെന്ന് ചിന്തിച്ചിട്ടുണ്ട്. ഇപ്പൊ പറയുന്നത് എനിക്ക് ഫോട്ടോ ഫേസ് ഇല്ലാത്തതുകൊണ്ടാണ് അല്ലെങ്കിൽ ക്യാമറ ഫേസ് ഇല്ല എന്ന് പറയുന്നു. പക്ഷെ അവർ കാണുമ്പോൾ ഫോട്ടോ ഫേസും ക്യാമറ ഫേസും ഉണ്ടെന്നാ പറഞ്ഞത്. അല്ല നേരിട്ട് കാണുമ്പോൾ കൂടുതലാണ് എന്ന് പറയുന്നു. അല്ലാതെ പറയും രണ്ട് രീതിയിലും. ഭംഗിയല്ല പറയുന്നത്, അവർ ക്യാരക്ടറാ പറയുന്നത്. ഈ ക്യാരക്ടറിന് ആപ്റ്റ് ആയിരുന്നു, അല്ലാതെ എൻ്റെ ഭംഗി കണ്ടിട്ടല്ല. ഞാൻ അത്ര ഭംഗിയുള്ള ആളൊന്നും അല്ല, ഞാൻ വളരെ ആവറേജ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്. അപ്പം എന്നെ ചില ക്യാരക്ടേഴ്സിന് ചിലപ്പോൾ ചൂസ് ചെയ്യാൻ പറ്റുമായിരിക്കും. അപ്പോൾ ഫോട്ടോയിൽ ചിലപ്പോൾ ഞാൻ അയച്ചു കൊടുത്ത ഫോട്ടോ ചിലപ്പോൾ നന്നാവണമെന്നില്ല, അതുകൊണ്ടായിരിക്കണം. അല്ലെങ്കിൽ അവരുടെ എക്സ്പെക്റ്റേഷനിലുള്ളത് ആയിരിക്കില്ല. ഇപ്പം വേറൊരു കാര്യം കൂടെ പറയട്ടെ. ഇപ്പം ധ്യാൻ ശ്രീനിവാസൻ്റെ അല്ലെങ്കിൽ വിനീത് ശ്രീനിവാസൻ്റെ അല്ലെങ്കിൽ പ്രണവ് മോഹൻലാൽ നായകനാകുന്നു എന്ന് പറഞ്ഞൊരു ഓഡിഷൻ കോൾ വരുന്ന സമയത്ത് ഇവരുടെ ഇൻബോക്സ് ഫില്ലാണ്. എത്ര പേരെ ഇവർ നോക്കും? ഇവരിരുന്ന് നോക്കണം എന്ന് നമുക്ക് പറയാം, പക്ഷെ പ്രാക്ടിക്കലി എത്ര എണ്ണം അവർക്ക് പലപ്പോഴും ഇൻബോക്സ് ഒക്കെ ഹാങ് ആയി പോയിട്ടുള്ള അവസ്ഥകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾക്ക് അവിടെ എത്തിക്കാൻ പറ്റില്ല, അവർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ അവരുടെ സൈഡിലും ഉണ്ട്. ഞാനിതിനെയൊക്കെ ഒരു തരത്തിൽ അനലൈസ് ചെയ്ത് വിഷമം തോന്നാറുണ്ട്, വിഷമിക്കാറുണ്ട്. അതൊരു ഇൻസ്റ്റന്റേ ഉള്ളൂ, അതിൽ അപ്പുറത്തേക്ക് അതിനെ കൊണ്ടു നടന്നിട്ട് കാര്യമില്ല. ഇൻഡസ്ട്രി ഇങ്ങനെയാണെന്ന് ഞാൻ മനസ്സിലാക്കി വളരെ കൃത്യമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്. ഒരു റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ സിനിമയിൽ കയറാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടുണ്ട്. ഒരു പക്ഷേ ഈസി ആയിട്ട് നമുക്ക് പ്രൊഫൈൽ എത്തിക്കാൻ പറ്റുമായിരിക്കും. നമ്മൾ ആൾക്കാരെ അറിയും, നമ്മൾ ആർട്ടിസ്റ്റ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇപ്പം ആരെങ്കിലും ഒരാൾ ചിലപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രൊഫൈൽ അവിടെ എത്തുമല്ലോ. പിന്നെ ബാക്കി ഡയറക്ടറും ഇവരൊക്കെ തീരുമാനിക്കുന്നതല്ലേ, പറ്റുമായിരിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ എളുപ്പമാണെന്നുള്ളത് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. അങ്ങനെ എത്താൻ പറ്റുന്നില്ല എന്നുള്ളതല്ല. ഞാൻ അതിനു വേണ്ടി അങ്ങനെ ഒരാളെ പോയി എനിക്ക് എന്നെ ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ ചോദിക്കാറില്ല. ചെയ്യേണ്ടവർ ചെയ്യും, ചെയ്യേണ്ടവർ ചെയ്യില്ല. അത് പിന്നെന്താ, അത്രേ ഉള്ളൂ. അല്ല, ഇതിൽ വിഷമിച്ചിട്ട് കാര്യമില്ല. തുടക്കത്തിൽ എനിക്കൊരു ആർട്ടിസ്റ്റ് ആകണമെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ആ ആർട്ടിസ്റ്റിന്റെ വഴികളാണ് ഈ പറയുന്നതൊക്കെ. ഇതിന് പലരും എറിയും, താഴും, പൊങ്ങും, ഫ്രസ്ട്രേഷൻ വരെ ഇരിട്ട്, ഇതൊക്കെ നമ്മുടെ ഒരു സ്റ്റേജാണ്. പക്ഷെ നമ്മളുടെ മനസ്സിൽ നമ്മൾക്ക് എന്താവണം എന്നുള്ളത് നമ്മൾ ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടായ സംഭവം ഏതായിരിക്കും ഓർത്തെടുക്കുകയാണെങ്കിൽ? അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ ഞാനിങ്ങനെ സിനിമ എത്തിപ്പെടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടില്ല. ഇങ്ങനെയൊക്കെ ഞാൻ പറയുമെങ്കിലും ഞാൻ മോഹിച്ചിട്ട് വന്നതാ. ഞാൻ ഒരിക്കലും സിനിമയിൽ എത്താൻ പറ്റുമെന്ന് ടി വിൻ്റെ ഉള്ളിൽ കാണാൻ പറ്റുമെന്നൊന്നും ഞാൻ വിചാരിച്ചിട്ടില്ല. പക്ഷെ അതൊന്നും എനിക്ക് പോസിബിലിറ്റീസ് കിട്ടി. 2 എണ്ണം കഴിഞ്ഞു. നിത്യഹരിത നായകൻ കിട്ടുന്നതിന് തൊട്ട് മുന്നേ ഇര എന്ന് പറഞ്ഞൊരു സിനിമയിൽ എന്നെ കാസ്റ്റ് ചെയ്തു. അതന്ന് എന്നെ ഞാൻ പറഞ്ഞില്ല, ഇതുപോലെ എന്നെ ഒരുപാട് സഹായിക്കുന്ന ആൾക്കാരാണ്. അവരെൻ്റെ പ്രൊഫൈൽ കൊടുത്ത്, അലക്സാണ്ടർ ചേട്ടനൊക്കെ കൊടുത്ത് അവരെന്നെ കാസ്റ്റ് ചെയ്തു. പക്ഷെ എൻ്റെ വീട്ടിലൊരു ഫംഗ്ഷൻ കാരണം എനിക്ക് അവിടുന്ന് മാറി നിൽക്കാൻ പറ്റില്ല. എന്ത് ചെയ്താൽ മാറി നിൽക്കാൻ പറ്റില്ല. അപ്പം എൻ്റെ വീട്ടിലും ഞാൻ ഭയങ്കര റിബലായിട്ടാണ് കാര്യങ്ങൾ പറയുന്നത്. അന്ന് ദിവസം ഞാൻ അച്ഛൻ്റെ 11th ഒരു ഡേറ്റ് മാത്രമേ എനിക്ക് പോകാനേ പറ്റില്ല. അപ്പം അവർക്കാണെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റൽ സീനാണ് സീക്വൻസ് എടുക്കുന്നത്. അവരും ഇത്രയും പെർമിഷൻസ് ഒക്കെ എടുത്തു വെച്ചിരിക്കുക, അവർക്ക് മാറ്റാൻ പറ്റില്ല. അന്ന് എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം എൻ്റെ ഫാമിലി പോലും എൻ്റെ ആഗ്രഹം കണ്ട് മുന്നിലേക്ക് അവർ വേണ്ടാന്നിങ്ങനെ പറയുമ്പോഴും ഞാൻ കരഞ്ഞു. ഞാൻ ഇത്രയും വർക്ക് ചെയ്ത് ഇത്രയും ഓഡീഷൻസ് കൊടുത്തിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ചെയ്യാൻ പറ്റുന്നില്ല. അപ്പം അന്നായിരിക്കും ഒരുപക്ഷെ എൻ്റെ അച്ഛനും അമ്മയ്ക്കും ചേച്ചിക്കൊക്കെ മനസ്സിലായത്. അവരെന്നോട് പറഞ്ഞിട്ടുള്ളത് അനു ഇത്ര സീരിയസ് ആണെന്ന് ഞാൻ അറിഞ്ഞില്ല എന്ന് അവർ പറയുന്നത് അന്നാണ്. അപ്പം അന്ന് എനിക്ക് ഇര ചെയ്യാൻ പറ്റില്ല. പക്ഷെ അതിലും വലിയൊരു ക്യാരക്ടറാണ് ഞാൻ നിത്യഹരിത നായകനിൽ ചെയ്തത്. അപ്പം ഞാൻ വിചാരിക്കും അത് പോയത് ഇത് വരാനാണെന്ന് വിചാരിക്കും. അതാണ് എനിക്ക് ഭയങ്കര വിഷമമായിട്ടുള്ളൊരു ഇൻസിഡൻറ്റ്. എനിക്ക് ചെയ്യാൻ പറ്റിയ അങ്ങനെ ഓപ്പർച്യൂണിറ്റീസ് മിസ്സാവുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമം വരും. അങ്ങനെ അത് വീട്ടിലെ ഒരു പ്രശ്നം കാരണം നമുക്ക് പോയെന്നുള്ളൂ. അടുത്ത സിനിമ വരികയും ചെയ്തു. ഈ സ്ഥിരം സിനിമകൾ ചെയ്യണം എന്നാണല്ലോ നമ്മുടെ മനസ്സിലാഗ്രഹം. ഇപ്പം പറയുന്ന പോലെ ഇപ്പം നമ്മൾ പല സിനിമയിൽ ചെയ്തു, നമ്മൾ സ്ക്രീനിൽ കണ്ടു തുടങ്ങി. ഇപ്പം ഒരുവിധപ്പെട്ട ആർട്ടിസ്റ്റുകൾക്ക് നമ്മളറിയാം, പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് അറിയാം. എന്നിട്ടും വിളിക്കാതെ വരുന്ന സംഭവങ്ങൾ ചില സിനിമ നമുക്ക് പറ്റിയ ക്യാരക്ടർ ആയിരിക്കില്ല. ഇപ്പോഴും ഓഡീഷന് പോകുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. എന്തുകൊണ്ടാണ് ഇപ്പോഴും ഓഡീഷന് പോകേണ്ട ഒരു നിലയിലേക്ക് പോകുന്നത്? ഞാനതിനെ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്. ഒരു പക്ഷെ അത്രത്തോളം എൻ്റെ പ്രൊഫൈൽ എത്തിക്കാണില്ല. പിന്നെ ചില സമയത്ത് ഇങ്ങനെയും തോന്നാറുണ്ട്, ലൈക്ക് ഇപ്പം എന്നെ എത്ര അറിഞ്ഞാലും അവർ ചെയ്യുന്ന ഒരു ക്യാരക്ടറിന് അവർക്ക് വളരെ കൃത്യമായിട്ട് അറിയും ഇതിങ്ങനെയാണ്. അവർ കണ്ടിട്ടുള്ള എനിക്കുള്ള ഒരു ലുക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്ന് തന്നെ മാറ്റി ചിന്തിക്കുമ്പോൾ ഒരു പക്ഷെ അവർക്ക് കുറച്ച് ലുക്ക് ടെസ്റ്റ് ചെയ്യേണ്ടി വന്നേക്കാം,
അല്ലെങ്കിൽ അവർക്കൊരു എന്താ പറയുക കോൺഫിഡൻസ് ആയിട്ട് ഇയാൾക്ക് ഇന്ന റോള് ചെയ്യാൻ പറ്റും. അത്രയും വലിയൊരു റെസ്പോൺസിബിലിറ്റി അല്ലേ അവർ നമുക്ക് തരുന്നതും. അത്രയും എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്ത് നമ്മളിപ്പോൾ ഒരു ആർട്ടിസ്റ്റിനെ കൊണ്ടുപോകുന്ന സമയത്ത് നമ്മൾ നന്നായി ചെയ്യും എന്നുള്ളത് അവർക്ക് ഉറപ്പ് വേണ്ടേ. ഞാൻ വിചാരിക്കുന്നത് അതിനാണ് ഓഡിഷൻസ് വെക്കുന്നതെന്നാണ്. അതുകൊണ്ട് ഞാൻ ഇപ്പോഴും എൻ്റെ പ്രൊഫൈൽ ഞാൻ ഓഡിഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോസ്റ്റേഴ്സ് കണ്ടയക്കുന്നതുകൊണ്ട് അല്ലാതെ എന്നെ വിളിക്കുന്നതുകൊണ്ട്. അല്ലാതെ എന്നെ അപ്രോച്ച് ചെയ്ത് വിളിക്കുമ്പോൾ ഞാനതിനെ അങ്ങനെയാണ് കാണുന്നത്. അവർ എന്നെ നോക്കുന്നു, ഞാൻ അവരുടെ പെർഫോമൻസ് ചെയ്യുന്നു. പക്ഷെ എനിക്ക് എൻ്റെ വിശ്വാസം ഞാൻ ഓഡീഷനിലേക്കാട്ടിലും നന്നായിട്ട് ഞാൻ എന്താ പറയുക ആക്ട് ചെയ്യുമ്പോൾ ചെയ്യുന്നതാണ് എനിക്ക് തോന്നാറ്. പക്ഷെ അതൊരു എന്താ പറയുക, നമ്മൾ ഈ ഇന്റർവ്യൂ എന്നൊക്കെ പറയുന്നത് പോലെ നമ്മുടെ സിനിമയിലുള്ള ഒരു ഇന്റർവ്യൂ ആയിട്ടാണ് ഞാൻ ഓഡീഷൻസിനെ കണക്കാക്കുന്നത്. അങ്ങനെ പോയിട്ട് ഒത്തിരി കിട്ടാതെയും പോകുന്നുണ്ടല്ലോ. കിട്ടാതെ കൊണ്ട് പിന്നെ ഞാൻ ഇവിടുന്ന് മറ്റേ എറണാകുളത്ത് നിന്ന് ഒരു പ്രാവശ്യം ട്രിവാൻഡ്രം വരെ എനിക്ക് അവിടെ എത്തിപ്പെടാൻ സമയമില്ല. അപ്പോൾ അവർക്ക് പെട്ടെന്ന് ഓഡീഷൻ എടുക്കണം എന്ന് പറഞ്ഞ് ഒരു വെബ് സീരീസിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടുന്ന് രാവിലെ കയറി ക്യാബ് വിളിച്ച് ഞാൻ പോയി അവിടെ ഓഡീഷൻ കൊടുത്ത് തിരിച്ചു വന്ന് രണ്ടാമത് തന്നെ ഓഡീഷൻ വിളിച്ച് ഞാൻ തിരിച്ചു വന്നിട്ട് കിട്ടിയില്ല. എന്ത് ചെയ്യാൻ പറ്റും, കിട്ടിയില്ല. അവർക്ക് കുറച്ചും കൂടെ നോൺ ഫേസ് ആയിട്ടുള്ള ഒരാളെ വേണം എന്ന് പറഞ്ഞ് അവർക്ക് പ്രൊഡക്ഷൻ സൈഡിൽ നിന്ന് കുറച്ച് പ്രഷർ വന്നപ്പോൾ അവരെന്നെ മാറ്റി. ഡയറക്ടേഴ്സിനും ഓക്കെ ആയിരുന്നു, പക്ഷെ അവർ മാറ്റി. ഡയറക്ടർ ഒക്കെ പറഞ്ഞാലും പ്രൊഡക്ഷൻ സൈഡിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബിസിനസ് എന്ന് പറയുന്ന ഒരു സംഭവം കൂടെ അതിനകത്ത് കിടപ്പുണ്ടല്ലോ. അപ്പം ഞാനൊരു ഒന്നും വേണ്ട, ഇക്ക ഒരു 2000 രൂപ ഇട്ട് കഴിഞ്ഞിട്ട് അത് തിരിച്ചു കിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടുവോ? ഇടില്ല. അപ്പം ബിസിനസ് എന്ന് പറയുന്നത് എത്രയോ എമൗണ്ട് ഓഫ് എന്താ പറയുക ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. അപ്പോൾ അത് കിട്ടുന്നത് അവരവരുടെ സേഫ് ആയിട്ടുള്ള ഓപ്ഷൻസ് അല്ലേ നോക്കുള്ളൂ. ഇത് ഒരുപാട് ഘടകങ്ങളുണ്ട് ഇപ്പം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നത്. പക്ഷെ ഇറ്റ്സ് ഓക്കെ ഇൻ ടൈമിൽ. പിന്നെ ഇത് ചോദിച്ചു കണ്ടിന്യൂസ്ലി സിനിമ കിട്ടിയില്ലെങ്കിൽ, ഇതെനിക്ക് കുറച്ച് മുന്നേ ഉള്ള ഡൗട്ടായിരുന്നു. ഇപ്പം ഞാൻ വളരെ ക്ലിയർ, എനിക്ക് സിനിമയില്ലെങ്കിൽ ഞാൻ തിയേറ്റർ ചെയ്യും, എനിക്ക് അഭിനയിച്ചാൽ മതി. അപ്പം ഞാൻ തന്നെ എനിക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്, പ്രൊഡക്ഷൻസ് ഉണ്ട്, ഞാൻ ട്രാവൽ ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ എനിക്ക് ഓപ്ഷൻസ് ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും. ബോറടിക്കുന്നില്ല ഇപ്പം പ്രത്യേകിച്ചില്ല. ഇപ്പം ചെയ്തു വെച്ച കഥാപാത്രം കുറെ കഴിഞ്ഞിട്ട് ഇനി എനിക്ക് ചെയ്യണം, നമുക്കൊരു ആഗ്രഹങ്ങളുണ്ടാവും. ഇനി എനിക്ക് ചെയ്യണം, ഞാൻ ചെയ്താൽ ആ കഥാപാത്രം കൊള്ളാം, അങ്ങനെ ഒരു ആഗ്രഹിക്കുന്ന ഒരു കഥാപാത്രം. അങ്ങനെ ഞാൻ ഇപ്പം ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്നോട് ഇങ്ങനെ ചോദിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയാണ് ഞാൻ ചെയ്തു വെച്ചിട്ടുള്ള ക്യാരക്ടേഴ്സ് എന്താ, എൻ്റെ ആദ്യത്തെ പടം എങ്ങനെയായിരുന്നു, ഇപ്പം ഞാൻ ചെയ്യുന്ന പടങ്ങൾ എങ്ങനെയാണെന്ന് എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ സത്യമായിട്ട് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ട് ചെയ്യുന്നതാണ്. എനിക്കൊരു സ്പേസ് ഉള്ള, എനിക്ക് തന്നെ അയ്യോ ഞാൻ ചെയ്തല്ലോ, ഇങ്ങനത്തെ എനിക്കൊരു ക്യാരക്ടർ കിട്ടിയല്ലോ. പ്രത്യേകിച്ച് ഞാൻ ഇപ്പോൾ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന പടം, ഞാനൊക്കെ ഫാൻറ്റസി ലൈൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. ഫാൻറ്റസി കം റിയൽ അങ്ങനത്തെ ഒരു സ്പേസിൽ അങ്ങനത്തെ ഒരു പടമാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അങ്ങനത്തെ ഒരു പടം ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്കല്ലേ. സോ ഐ എം ഭയങ്കര ഗ്രേറ്റ്ഫുള്ളാണ്. ഇനി എനിക്കറിയാം ഞാൻ ആഗ്രഹിക്കുന്നതനുസരിച്ച് എനിക്ക് കിട്ടുകയാണെങ്കിൽ എനിക്ക് ഇതിലും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള എന്നെ ചാലഞ്ച് ചെയ്യുന്ന അറ്റ് ദ സെയിം ടൈം എനിക്ക് ഒരുപാട് പഠിക്കാൻ പറ്റുന്ന ക്യാരക്ടേഴ്സ് ആണ് എന്നെ വെയിറ്റ് ചെയ്യുന്നതെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. വലിയൊരു സംഭവമാട്ടോ പറഞ്ഞു. വെയിറ്റിംഗിലാണ് അല്ലേ? ചതി കിട്ടിയപ്പോൾ ഞാൻ വിചാരിച്ചു അത് എന്നെ ഭയങ്കരമായിട്ട് ചാലഞ്ച് ചെയ്തു. അടുത്ത സമയം ഇപ്പം ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ എനിക്ക് ഞാൻ ചെയ്യുന്നത് ജാഫ്രിക്കയുടെ കൂടെയും ഇന്ദ്രൻ സേട്ടൻ്റെ കൂടെയാണ്. എനിക്ക് ഇവർ രണ്ടൊരു ഫ്രെയിം വെച്ച് ഞാൻ അവിടെ ചെന്ന് നിൽക്കുമ്പം എനിക്ക് പഞ്ചാബി ഹൗസും ഇവർ ചെയ്തു വെച്ച ക്യാരക്ടേഴ്സും അവരുടെ ഒരു സ്പേസിൽ ഞാനത് ഷെയർ ചെയ്യുമ്പോൾ അവരുടെ ആ ഒരു ലിവിങ് വിത്ത് എന്ന് പറയുന്നത് ഭയങ്കര ഒരു ഇതാണ്. സോ അതിന് ഞാൻ എൻജോയ് ചെയ്യുന്നത്. അപ്പം ബാക്കി ഇനി വരും, തന്നെ വരും, ഞാൻ ആഗ്രഹിക്കുന്നിടത്തോളം വരും. ഏത് ഏജും ഈ നമ്മുടെ മുഖത്തിലും നമ്മുടെ ശരീര രൂപത്തിലും ഏത് ഏജും മേക്കപ്പ് ഇട്ട് മാറ്റാമെന്ന് സ്വയം വിശ്വസിക്കുന്നുണ്ട്? ഉണ്ട്. ആദ്യം ഇത് പറയുമ്പോൾ കോമഡിയാ. നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് നമ്മളെ ആൾക്കാർ തിരിച്ചറിയണം, നമ്മളൊരു കലാകാരിയായിട്ട് ആക്സെപ്റ്റ് ചെയ്യണം. അപ്പം നിത്യഹരിതനായകൻ സിനിമ മോസ്റ്റ്ലി എൻഡ് ചെയ്യുന്നത് എൻ്റെയും വിഷ്ണു ചേട്ടൻ്റെ കോൺവെർസേഷൻസിലാണ്. അപ്പം ഞാനിത് ആദ്യത്തെ പടമാണല്ലോ ലീഡായിട്ട്. അപ്പം ഞാനിത് ഇടയ്ക്കിടയ്ക്ക് കാണാൻ വേണ്ടി പോകും. കണ്ടു കഴിഞ്ഞ് ഞാൻ പുറത്തിറങ്ങുന്ന സമയത്ത് ലാസ്റ്റ് എൻ്റെ ഫേസിലാണ്, എൻ്റെ വിഷ്ണു ചേട്ടൻ്റെ ഫേസിലത് എൻ്റെയാണ്. പുറത്തിറങ്ങുന്ന ഓഡിയൻസിന് എന്നെ മനസ്സിലാവുക പോലുമില്ല. ചിലപ്പോൾ എൻ്റെ ഡ്രസ്സിങ്ങിൻ്റെ ആയിരിക്കണം, അല്ലെങ്കിൽ അതിൽ ഉള്ളതായിരിക്കണം. എന്നെ അവർക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ട്. ആദ്യം എനിക്ക് വിഷമം തോന്നുമായിരുന്നു. പക്ഷെ പിന്നീട് ഞാൻ ഓരോ ക്യാരക്ടേഴ്സിനെ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങിയപ്പോൾ മുസ്ലിം ക്യാരക്ടേഴ്സ്, പിന്നെ കുറച്ച് മോഡേൺ ആയിട്ടുള്ള ക്യാരക്ടേഴ്സ്, ഇങ്ങനെയൊക്കെ ഞാൻ എക്സ്പ്ലോർ ചെയ്യാൻ തുടങ്ങി. പിന്നെ ഞാൻ എന്നെ തന്നെ കുറച്ച് എക്സ്പ്ലോർ ചെയ്യാൻ ഡ്രസ്സൊക്കെ ചേഞ്ചൊക്കെ നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി ചിലപ്പോൾ എൻ്റെ പോസിറ്റിവിറ്റി അതാണ് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ പ്ലസ് പോയിന്റ് അതാണ്, എനിക്ക് മോൾഡ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. കുറേയൊക്കെ ഇതുവരെ വർക്ക് ചെയ്തതിൽ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഇനി എന്ത് വരും എന്ന് കണ്ടറിയണം.
ഈ വീട്ടിൽ നിന്നുള്ള ഒരു ഉപദേശം എന്തായിരിക്കും സിനിമയിലേക്ക് ഇറങ്ങി? അച്ഛനും അമ്മയ്ക്കൊക്കെ ആദ്യം തീരെ താല്പര്യം ഉണ്ടായിരുന്നില്ല, ഒട്ടും താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും വളരെ എന്താ പറയുക, അവർക്ക് ഞങ്ങളല്ലാതെ ഞങ്ങളുടെ ഇഷ്ടങ്ങളാണ്, എൻ്റെ ചേച്ചിയുടെ ഇഷ്ടങ്ങളാണ്. അപ്പം ഒരു പോയിന്റ് കഴിഞ്ഞപ്പം ആദ്യം ഞാനും കുറച്ച് റിബലായിട്ട് അവരോട് അപ്രോച്ച് ചെയ്യാൻ തുടങ്ങി. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ സെക്യൂരിറ്റി കൺസേൺസ് ആണ് അവർക്ക്. അപ്പം ഞങ്ങൾ ഇരുന്ന് സംസാരിച്ചു. ഞങ്ങൾക്കുണ്ടായിരുന്ന കുറച്ച് റഫ് ആൻഡ് ടഫ് ഫൈറ്റ്സ് ഒക്കെ അച്ഛനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പക്ഷെ അറ്റ് ദി എൻഡ് ഓഫ് ദി ഡേ നമുക്കൊരു കോമൺ ഗ്രൗണ്ട് കിട്ടി. അപ്പം അവരും ഹാപ്പിയാണ്, ഞാനും ഹാപ്പിയാണ്. അപ്പോൾ അവർ വിളിക്കണം, ദിവസം വിളിക്കണം. അതാണ് ഇടയ്ക്ക് ഒരു പ്രശ്നം വരാറ്. അപ്ഡേറ്റ് ചെയ്യണം എവിടെയാണ് എന്താണ്. കാരണം അവർക്ക് അറിയണമല്ലോ, നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യല്ലേ. ഇപ്പം ഞാൻ മൂവീസ് ചെയ്യാത്ത സമയത്ത് ഞാനിപ്പം സ്ഥലങ്ങളിൽ യാത്ര ചെയ്യും. അപ്പോൾ ഇവർക്ക് ഞാൻ എവിടെയാണ് എന്താണ് സേഫ് ആണോ എന്നുള്ള അപ്ഡേറ്റ് മോസ്റ്റ്ലി. എന്തുകൊണ്ടാണ്? ഞാൻ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ, ഞാൻ പരിചയപ്പെട്ട് ഇനിയൊരു ഞാൻ ആദ്യത്തെ സ്റ്റെപ്പ് ഒറ്റയ്ക്കല്ലേ, ബാക്കി പിന്നെ താനേ വന്നു. അങ്ങനെ ഒരു ഗ്യാങ് വേണമെന്നുണ്ടോ? ഗ്യാങ്ങിൽ ഞാൻ സെറ്റാവില്ല. ഞാൻ ഗ്യാങ് പേഴ്സൺ അല്ല. ഞാൻ എല്ലാവരുമായിട്ട് സംസാരിക്കുന്ന ആളാണ്. എനിക്ക് ആരുമായിട്ട് പ്രശ്നങ്ങളും ഇല്ല. അതുകൊണ്ട് ഞാൻ എല്ലാവരോടും സംസാരിക്കും. എനിക്ക് ഈ ഗ്യാങ് എന്നോട് എങ്ങനെയാണോ ഞാൻ അങ്ങനെ, അത്രേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഗ്യാങ് അങ്ങനത്തെ ഇഷ്യൂസ് ഇല്ല. ഈ സിനിമയിൽ ഇപ്പം ഈ പറഞ്ഞ ഇത്ര സിനിമകളൊക്കെ ആയി, സിനിമയിൽ ഒരു വേർതിരിവ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? എങ്ങനെ? നമുക്ക് സൗകര്യങ്ങൾ കുറവ്, മറ്റുള്ളവർക്ക് സൗകര്യങ്ങൾ കൂടുതൽ. ഇപ്പോൾ ഒരു ഹോട്ടലിൽ വന്നാലും നമ്മുടെ റൂമുകൾ വേറെ, അങ്ങനെ ഒരു വേർതിരിവ് അനുഭവപ്പെട്ടിട്ടുണ്ടോ? ഇനീഷ്യലി ഒക്കെ അങ്ങനെ തോന്നുമായിരുന്നു. ഇനീഷ്യലി എല്ലാവരും പറഞ്ഞത് വെച്ച് നമ്മൾ ജഡ്ജ് ചെയ്യുന്ന ഒരു ഇതിലേക്ക് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഐ മീൻ ലൈക്ക് തോന്നാറുണ്ട് ഇത് അങ്ങനെയാണോന്ന്. പക്ഷെ ഞാൻ പിന്നെ നമ്മൾ കുറച്ചും കൂടെ നമ്മൾ എന്താ പറയുക, ഇങ്ങനത്തെ ഈ ഗ്രീഡിനെസ് ഒക്കെ ഗ്രീഡിനെസ് എല്ലാവർക്കും ഉണ്ടാവും, ഈ പറയുന്നത് എനിക്കും ഉണ്ടാവും. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മളുടെ നമുക്ക് കറക്റ്റായിട്ട് അറിയാമല്ലോ ആർട്ടിസ്റ്റ് ആവണം, നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് ആണ് വലുതെന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആൻഡ് സേഫ് ആണെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഫൈൻ. അല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ബേസിക്കലി അങ്ങനെ ചെയ്യാൻ പാടില്ല. പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് ഭക്ഷണവും ഞാൻ താമസിക്കുന്ന വളരെ സേഫ് ആയിട്ടുള്ളൊരു സ്ഥലത്തുമാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ എനിക്ക് ഒരു ഉപദ്രവമൊന്നുമില്ല. ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സെറ്റിലാണെന്നുണ്ടെങ്കിൽ ഇല്ല. അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ആർട്ട് വർക്ക്സ്. ഞാൻ വർക്ക് ചെയ്യാൻ വന്നതാണ്, എൻ്റെ വർക്ക് നന്നാവണം. അതിന് ചില സമയത്ത് നമ്മൾ ചിലപ്പം എന്താ പറയുക, ബഡ്ജറ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് നമ്മൾ നമ്മളുടെ രീതിയിൽ അഡ്ജസ്റ്റ് ചെയ്യണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മള് എല്ലാം 100 കോടി പടങ്ങളല്ലല്ലോ കേരളത്തിൽ. ഞാൻ ചെയ്തിട്ടുള്ള പടങ്ങളെല്ലാം വളരെ കുഞ്ഞു പടങ്ങളാണ്. കുഞ്ഞു പടങ്ങൾ. അതുകൊണ്ട് എനിക്ക് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ള എല്ലാ ക്രൂവും ദൈവം സഹായിച്ച് വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള ക്രൂ. അതുകൊണ്ട് എനിക്ക് ഇതുവരെ അങ്ങനത്തെ ബുദ്ധിമുട്ട്. ഒരു എമൗണ്ട് ഫിക്സ് ചെയ്യുന്നു അല്ലേ? ഒരു എമൗണ്ട് ഫിക്സ് ചെയ്തിട്ട് ആ എമൗണ്ട് കിട്ടാതെ വരാറുണ്ടോ? ഇല്ല, അങ്ങനെ എനിക്ക് ഇതുവരെ വന്നിട്ടില്ല. ഞാൻ ആദ്യം ഒന്നും എമൗണ്ട് പറയില്ലായിരുന്നു. ആദ്യം എനിക്ക് ഹാൻഡിൽ ചെയ്യേണ്ട എങ്ങനെയാണെന്ന് അറിയാം, ഞാൻ പറയില്ലായിരുന്നു. ഇപ്പം നമ്മളിപ്പോൾ ഒരു എമൗണ്ട് ആകുമ്പോൾ എനിക്ക് ഇന്ന് വരെ അങ്ങനത്തെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല. എമൗണ്ട് തരാത്തൊരു ബുദ്ധിമുട്ട് എനിക്ക് ഉണ്ടായിട്ടില്ല. ഇത്തരം കഥകൾ കേട്ടിട്ടുണ്ടാവും. ബുദ്ധിമുട്ടുണ്ടാവാറുണ്ട്, ചോദിക്കണം എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ട് വന്നിട്ടില്ല ഇതുവരെ. അങ്ങനെയൊന്നും സംഭവിച്ചില്ല. നമ്മളൊരു പുതിയ ആളാണെന്ന് വെച്ചിട്ട് പോലും ഇല്ല. അങ്ങനത്തെ ബുദ്ധിമുട്ട് ഇനി അവരുടെ ഇടയിൽ സംസാരം ഉണ്ടായിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് അങ്ങനത്തെ ഞാൻ കേട്ടിട്ടോ അല്ലെങ്കിൽ എനിക്ക് അങ്ങനത്തെ ബുദ്ധിമുട്ടോ ഉണ്ടായിട്ടില്ല. പിന്നെ ഞാൻ പറയും അങ്ങനെ എന്നോട് പറയുന്ന ആൾക്കാരോട് ഞാൻ പറയും, ഇല്ല പറ്റില്ല എന്ന് പറയും. എനിക്ക് കഞ്ഞി കുടിച്ച് ജീവിക്കണ്ടേ, ഞാൻ വെറുതെ വന്ന് അഭിനയിച്ചിട്ട് കാര്യമില്ലല്ലോ. അതുകൊണ്ട് മാറാറുണ്ട്. പിന്നെ ഒരു പ്രശ്നമുണ്ട് കേട്ടോ, നിഖിലയല്ല അഖില. അതുകൊണ്ട് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞാൻ പറയും, എനിക്ക് നമുക്ക് മനസ്സിലാവുമല്ലോ, എന്നോട് പറയും ചിലപ്പോൾ സമയത്ത്. അപ്പം നമുക്ക് ഇപ്പോൾ ഞാൻ ചില സമയത്ത് മുംബൈയിലാവുന്ന സമയത്ത് എനിക്ക് ഇവിടെ ഒരു ദിവസം ഷൂട്ടുണ്ട്, അങ്ങനെ എൻ്റെ അടുത്ത് പറയുന്ന സമയത്ത് എനിക്ക് ട്രാവൽ ചെയ്ത് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷെ എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി ഞാൻ ചെയ്യാറുണ്ട്. എൻ്റെ ഫ്രണ്ട്സൊക്കെ ഷോർട്ട് ഫിലിം ചെയ്യുമ്പോൾ ഞാൻ പോയി ചെയ്യാറുണ്ട്. എനിക്ക് പുതിയ എക്സ്പീരിയൻസിന് വേണ്ടിയിട്ട്. ചില ക്യാരക്ടേഴ്സ് എനിക്കറിയാലോ എൻ്റെ ഇൻഹിബിഷൻ എന്താണ്, എനിക്ക് ഇന്നത് പറയുമ്പോൾ ബുദ്ധിമുട്ടുണ്ടെന്ന് പറയുമ്പോൾ എനിക്ക് അങ്ങനത്തെ ക്യാരക്ടേഴ്സ് വരുമ്പോൾ അത് ചൂസ് ചെയ്യും ഞാൻ. എന്നിട്ട് ഞാൻ പോയി ചെയ്യും. അപ്പോൾ എൻ്റെ ആ ഒരു ബ്രേക്ക് ആവും. അല്ലാതെ നമ്മൾ ഈ ഡ്രാമ സ്കൂളിലൊന്നും പോയി പഠിച്ചിട്ടില്ലല്ലോ, നമുക്കിത് എവിടെയെങ്കിലും ബ്രേക്ക് ചെയ്യണ്ടേ. അങ്ങനെ ചെയ്യും. ഈ അഖില ഈ ഒറ്റയ്ക്കൊക്കെയാണ് ലൊക്കേഷനൊക്കെ വരുന്നത് അല്ലേ? ഒറ്റയ്ക്കാണ് യാത്ര ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് വരുമ്പോൾ ലൊക്കേഷനിൽ
ഒറ്റയ്ക്ക് വരുമ്പോൾ പല സംസാരങ്ങളുണ്ടാവും അല്ലെ, അകലെയും കേട്ടിട്ടുണ്ടാവും, നമ്മളൊക്കെ പുറത്തു നിന്ന് കേൾക്കുന്ന ഒരു അത്തരം ഒരു പെൺകുട്ടി ഒറ്റയ്ക്ക് ഒരു സെറ്റിൽ വരുമ്പോൾ എപ്പോഴും സേഫ് ആയിരിക്കും. നമ്മളെ നോക്കാൻ നമുക്ക് തന്നെ അറിയണം എന്നാണ് ഞാൻ പഠിച്ചത്. നമ്മളെ നോക്കാൻ നമ്മൾ തന്നെ പ്രാപ്തനാണെങ്കിൽ നമുക്ക് പ്രശ്നമില്ല. അത്തരം ഒരു ഒറ്റയ്ക്കൊരു പെൺകുട്ടി വരുമ്പോൾ സെറ്റിൽ വേറെ സംസാരങ്ങൾ ഉണ്ടാകാറുണ്ടോ? ഞാൻ എൻ്റെ അമ്മേൻ്റെ കൂടെ ട്രാവൽ ചെയ്തുകൊണ്ടിരുന്നത് കൊറോണയ്ക്ക് മുന്നേ വരെ. അപ്പം നമ്മൾ കൊറോണ പീക്കായ സമയത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു 50 ഏജ് അബോയിട്ടുള്ള ആൾക്കാർ ഇതാണെന്ന്. അപ്പം നമ്മളുടെ സെറ്റിലായിരുന്നു ഏറ്റവും കൂടുതൽ കൊറോണ വന്നിരുന്നത്. അപ്പം എനിക്ക് ഭയങ്കര ടെൻഷനാണ്. കാരണം നമ്മളുടെ കൂടെ വന്നിട്ട് നമ്മൾ വന്നു കഴിഞ്ഞാൽ നമ്മൾ കുഴപ്പമില്ല നമ്മൾ പറയും. പക്ഷെ അമ്മയ്ക്കൊക്കെ എന്തെങ്കിലും രീതിയിൽ അമ്മ അച്ഛനും വരാറുണ്ട്. അപ്പോൾ അവർക്കൊക്കെ എന്തെങ്കിലും നമ്മൾ കാരണം വന്നാലോ എന്നുള്ള ടെൻഷൻ എനിക്ക് ഭയങ്കരമായതുകൊണ്ടാണ് ഞാൻ ഏറ്റവും കൂടുതൽ വർക്ക് ചെയ്തതും കൊറോണ ടൈമിലാണ്. ഞാൻ ഒറ്റയ്ക്ക് ട്രാവൽ ചെയ്ത് വർക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ പിന്നെ ഇതൊക്കെ ഞാൻ ഫേസ് ചെയ്ത് വന്നിട്ടുള്ള കാര്യങ്ങളാണ്. വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാതെ പറയാ, നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിലും പറയാ. ചില സമയത്ത് ഇത് എന്നെക്കുറിച്ചാണോ പറയണതെന്ന് വരെ എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ഇത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പറയുന്നവർ പറയും. അതിനെ വിഷമിച്ച് ഞാൻ വെരി ഗുഡ് എക്സാമ്പിൾ പറയാം. ഞാൻ നിത്യഹരിതനായകൻ്റെ പോസ്റ്റർ ഇറങ്ങിയ സമയത്ത് എൻ്റെ കസിൻസും ഞങ്ങളെല്ലാവരും കൂടെ രാത്രി എറണാകുളത്ത് പോസ്റ്റർ വെച്ചു. അറിയോന്ന് എനിക്കറിയില്ല. അപ്പൊ ഇത് കാണാൻ വേണ്ടി ഞങ്ങൾ എല്ലാവരും കൂടെ പോയി. ഇത് വെറൈറ്റി മീഡിയ പബ്ലിഷ് ചെയ്തു. അന്ന് വെറൈറ്റി മീഡിയ ഭയങ്കര, ഇപ്പോഴും അതെ പീക്കിൽ നിൽക്കുന്ന സമയം. ഇത് ഭയങ്കരമായിട്ട് കയറിപ്പോയി. അപ്പം ഞാൻ അന്ന് ഫസ്റ്റത്തെ ലീഡ് പടം സിനിമയിൽ വന്നിട്ടുള്ളൂ, 3ാമത്തെ പടം. അപ്പം എനിക്ക് തുരുതുരാ ഫോൺ കോൾസ്. അപ്പം ഞാൻ ലാസ്റ്റ് എടുത്തു നോക്കിയപ്പം അതിനകത്തുള്ള മെസ്സേജായി, ഇതെന്താ അന്യഗ്രഹ ജീവിയാണോ, പോസ്റ്റർ കണ്ടിട്ടില്ലേ? പക്ഷെ നമ്മുടെ എഫേർട്ട് നമുക്കേ അറിയുള്ളൂ അവിടം വരെ എത്താൻ പറ്റത്. എത്ര ഓഡീഷൻസ് കൊടുത്തു, എത്രയൊന്ന് ക്യാൻസലായി, എങ്ങനെയൊക്കെ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് അപ്പ് ആൻഡ് ഡൗൺ വന്നുകൊണ്ടിരുന്നതാണ്. ഷൂട്ട് കൊടുക്കും, നൈറ്റ് ഷിഫ്റ്റിന് പോകുമ്പോൾ അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നത്. ആ എഫേർട്ട് അവർക്ക് അറിയില്ല. അപ്പം ഞാൻ അന്ന് വെറൈറ്റി മീഡിയനെ വിളിച്ചു പറഞ്ഞു, എനിക്കിത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, ഇത് റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവരെൻ്റെ അടുത്ത് നോക്കില്ല, ഇതൊരു ചാൻസാണ്, നെഗറ്റീവോ പോസിറ്റീവോ എന്നുള്ളതല്ല. അപ്പം ഇതൊരു ചാൻസാണ്. ഇത് നെഗറ്റീവ് ആയിട്ടുള്ള പോപ്പുലാരിറ്റി ആണെങ്കിലും പോസിറ്റീവ് ആയിട്ടുണ്ടെങ്കിൽ ഇറ്റ്സ് ഫോർ യു. ഞാൻ പറഞ്ഞു അതെടുക്കാനുള്ള ഇപ്പം എനിക്കില്ല, റിമൂവ് ഇറ്റ്. അങ്ങനെ റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ പറഞ്ഞു വന്നത് എന്തായിരുന്നു? അപ്പം നമ്മൾ ആ ഒരു 2 പോസ്റ്റ് ഞാൻ വായിച്ചപ്പം എനിക്കറിയാത്ത ഒരാൾ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാകും. അങ്ങനെ നമ്മുടെ ലൈഫിൽ ഓരോരോ സിറ്റുവേഷനിൽ നമ്മളിത് വരുന്ന സമയത്ത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ എക്സ്പ്ലനേഷൻ കൊടുക്കുന്ന കുറച്ച് വ്യക്തികളെ എൻ്റെ വീട്ടിൽ ഉള്ളൂ. അച്ഛൻ, അമ്മ, എൻ്റെ ചേച്ചി, ഇവർ മാത്രമേ പറയൂ. ബാക്കി നമുക്ക് ആരെന്ത് നമ്മളെക്കുറിച്ച് പറയും എന്നുള്ളത് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. ഞാൻ ആർക്കും ദോഷം ചെയ്യാറില്ല. ഞാൻ ആരെക്കുറിച്ചും മാക്സിമം എനിക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രം മാക്സിമം ഞാൻ ആരെക്കുറിച്ചൊന്നും പറയാറില്ല. പിന്നെ ബാക്കിയുള്ളവർ പറയാനുള്ളവർ പറയും. പിന്നെ ഞാൻ വർക്ക് ചെയ്യുന്ന ജോലി സ്പേസിൽ മിണ്ടാതെ ഇങ്ങനെ ഇരുന്ന് വർക്ക് ചെയ്യാനാണെങ്കിൽ എനിക്ക് പറ്റില്ല. കാരണം എൻ്റെ കൂടെ നിൽക്കുന്ന, ഞാനൊരു ടീം വർക്കിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പം എൻ്റെ ടീമിൽ വർക്ക് ചെയ്യുന്ന പ്രൊഡക്ഷൻ മുതൽ ആർട്ട് മുതൽ എല്ലാ ടീമിലും അവരെന്നോട് കൂടെ വർക്ക് ചെയ്യാൻ കംഫർട്ടബിൾ ആയിരിക്കണം. ഞാൻ എല്ലാവരോടും ഹായ് പറയും, ഹലോ പറയും. അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ കാര്യം നോക്കി ഞാൻ പോകും. അത്രേ ഉള്ളൂ. ഞാൻ അങ്ങനെയാണ് അതിന്. അതുകൊണ്ട് എനിക്ക് ആര് സംസാരിച്ചാലും നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അതിന് ഇത്തരം സംസാരങ്ങൾ ഉണ്ടാവാറുണ്ട്. അത് ഒബ്വിയസ്ലി ഒത്തിരി കേട്ടിട്ടുണ്ട്. നിത്യഹരിതനായകൻ്റെ സെറ്റിലും അവിടെ നിന്നൊക്കെ വർഷങ്ങൾക്ക് ശേഷം നമ്മൾ എന്താ പറയാ, നമ്മളുടെ ഭാഗത്ത് ശരിയില്ലായിരുന്നു എന്ന് വരെ നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല രീതികളിൽ. അത് പറയാനുള്ളവർ പറയും. എല്ലാവരും അതല്ലേ ചെയ്യണേ. വിഷമം തോന്നില്ല? ഇല്ല, എന്നെ അത് എഫക്ട് നമ്മൾ ചെയ്യാത്ത കുറ്റങ്ങൾ പറയുമ്പോൾ അത് വീട്ടിലുള്ളവർക്ക് വിഷമം തോന്നൂലേ? ഇല്ല. എൻ്റെ അച്ഛനും അമ്മയും ഭയങ്കര സ്ട്രോങ് ആണ്. എൻ്റെ അച്ഛനൊക്കെ എന്നോട് ചോദിക്കും പറഞ്ഞിട്ടുണ്ടോ, ഞാൻ പറയും അച്ഛാ ഇല്ല. പറഞ്ഞിട്ടുണ്ടെങ്കിൽ അച്ഛനോട് പറയും അച്ഛൻ പറഞ്ഞിട്ടുണ്ട്. അത് അച്ഛനും അറിയാം. അതുകൊണ്ട് ആ കോൺഫിഡൻസ് ലെവലൊക്കെ എൻ്റെ അച്ഛനും അമ്മയും ചേച്ചീൻ്റെ അടുത്തും ഞാനത് പറഞ്ഞിട്ടുണ്ട്, ചെയ്തിട്ടുണ്ട് എന്ന് പറയാനുള്ള ഫ്രീഡം എനിക്കുണ്ട്. അത് അവർക്കും അറിയാം. അതുകൊണ്ട് എനിക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും. ഈ നേരത്തെ പറഞ്ഞല്ലോ, എനിക്ക് പറയേണ്ടത് എൻ്റെ അച്ഛൻ്റെ അടുത്തും അമ്മയുടെ അടുത്തും ചേച്ചിയുടെ അടുത്തുമാണ്. മറ്റുള്ളവർ എന്ത് പറഞ്ഞാലും കുഴപ്പമില്ല എന്ന് പറയും. അപ്പം കുടുംബത്തിൽ നിന്നും മറ്റ് അംഗങ്ങളിൽ നിന്നും ഒരു ഇങ്ങനെ ഒരു സിനിമയ്ക്ക് പോകുമ്പോൾ മറ്റു കുടുംബാംഗങ്ങൾ എന്ന് വെച്ചാൽ ബന്ധുക്കളുണ്ടാകും അല്ലേ? ബന്ധുക്കളിൽ നിന്നും എന്താണ് ഒരു
അവരൊക്കെ ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കാറുണ്ട്, ജോലിക്ക് പോണ്ടേ, ഇത്രയൊക്കെ പഠിച്ചില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് മാത്രമേ അവർക്കൊരു ബുദ്ധിമുട്ടായിട്ട് തോന്നുള്ളൂ. അപ്പോൾ എനിക്ക് കാരണം എൻ്റെ അച്ഛനും അമ്മ ആക്സെപ്റ്റ് ചെയ്ത് കഴിയുമ്പോൾ എൻ്റെ വീട്ടിലും അത് എൻ്റെ ഫാമിലി, അമ്മയുടെ ഫാമിലി ആണെങ്കിലും അച്ഛൻ്റെ ഫാമിലിയൊക്കെ ആണെന്നുണ്ടെങ്കിലും എല്ലാവരും അവർ ആക്സെപ്റ്റ് ചെയ്തില്ലേ, അവർ അതിൻ്റെ അപ്പുറത്തേക്ക് അവർ ചോദിക്കാനൊന്നും വരില്ല. പിന്നെ അവർക്ക് നമ്മളും അതിനെ ഹാൻഡിൽ ചെയ്യുന്നത് അങ്ങനെയല്ലേ. പിന്നെ എൻ്റെ അമ്മമ്മ മാത്രമേ ഉള്ളൂ മോളെ ഇതൊക്കെ വേണോ ചോദിക്കണത്, അമ്മമ്മ മാത്രമേ ഉള്ളൂ. അമ്മമ്മ എടുത്താൽ അമ്മമ്മ ഇത് ഇങ്ങനെയാണ്, അമ്മമ്മ ഇത് ഇങ്ങനെയാണെന്ന് അമ്മമ്മയ്ക്ക് പറഞ്ഞു കൊടുക്കും. എന്നാലും അമ്മ പറയും. ഞാനൊരു പ്രാവശ്യം എരിവും പുളിയും കണ്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു എപ്പിസോഡ്. അപ്പം അമ്മമ്മയ്ക്ക് ടി വിയിൽ കാണാൻ പറ്റണ അതേ ഉള്ളൂ, ഫോണിൽ കാണുന്നില്ലല്ലോ. അപ്പം അതിൽ വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരോടും പറയും, നമ്മളോട് പറയില്ല. അങ്ങനത്തെയൊക്കെ ഉണ്ടായിട്ടുള്ളൂ. അല്ലാതെ എനിക്ക് എൻ്റെ വീട്ടുകാരോ കുടുംബങ്ങളോ കൊണ്ടോ എനിക്കൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ല. പെട്ടെന്നൊരു കൈപ്പേറിയ അനുഭവം എന്തെന്ന് വെച്ചാൽ എന്ത് പറയാൻ പറ്റും? പേഴ്സണലി ആണോ പേഴ്സണലി ആണെന്നുണ്ടെങ്കിൽ ചേച്ചിയുടെ മോൻ മരിച്ചതായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ളൊരു സിറ്റുവേഷൻ ലൈഫിൽ ഫേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. എങ്ങനെയാണ് ആക്സിഡന്റ്? അല്ല, അവന് ജനറ്റിക്കൽ ഇഷ്യൂ ആയിരുന്നു. അപ്പം നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അതൊരു ബുദ്ധിമുട്ട്, അത് കുറച്ച് ടൈം എടുത്തു. എത്ര വയസ്സുള്ളപ്പോൾ? 7. ചേച്ചിക്ക് വേറെ കുട്ടികൾ? ഒരാളും കൂടി ഉണ്ട്. ചേച്ചി എന്ത് ചെയ്യണം? ചേച്ചി ഡോക്ടറാണ്. അപ്പം അതിൽ നിന്നൊന്ന് കരകയറാൻ ഒത്തിരി അത് നമുക്ക് മനസ്സിലാവില്ല. ആക്ച്വലി നമ്മൾ നോർമലായിട്ട് ദിവസവും കഴിഞ്ഞ് പോകുമ്പോൾ നമുക്ക് മനസ്സിലാവില്ല അത് എന്തോരം ഇമ്പാക്റ്റ് ആണ് നമുക്ക് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് നമുക്ക് പറയില്ല. ഒരു നോർമലായിട്ടല്ലേ പോകുന്നത്. അപ്പം നമുക്ക് അതുകൊണ്ടാണ് പറയുന്നത്, ഈ മറ്റേ പീരീഡ്സ് ഒക്കെ ആവുന്ന സമയത്ത് മൂഡ് സ്വിങ്സ് ഉണ്ടാവുന്ന നമുക്ക് മനസ്സിലാവില്ല. നമ്മളുടെ ഡെയിലി എന്ന് പറയുന്നത് ചെയ്യുന്നത് നമ്മൾ സെയിം ആണ്, നമുക്ക് മനസ്സിലാവില്ല. ഇതും അതുപോലെയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാവില്ല നമ്മളത് എത്രത്തോളം എഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന്. പക്ഷേ ഇൻ ടൈമിൽ നമുക്ക് തന്നെ മനസ്സിലാവും ആ ചേഞ്ചസ്. ലൈക്ക് ഓക്കെ, നമ്മളിങ്ങനെ ആയിരുന്നില്ല, നമ്മളിത് ഇങ്ങനെ ബാധിച്ചു. അത് മനസ്സിലാക്കുന്നതാണ് ഏറ്റവും വലിയ സ്റ്റെപ്പ്. അത് മനസ്സിലാക്കി അതിനു വേണ്ടി നമ്മൾ വർക്ക് ചെയ്യുന്നു. നമ്മളെ കുറച്ച് പേര് അപ്പം നമ്മുടെ കൂടെ നിൽക്കും. അപ്പം അത് നമ്മൾ നോർമലി അതിനെ കവർ ചെയ്ത് പോകും. ലീവ് വിത്ത് ഇറ്റ് എന്നുള്ളൊരു ഇതിലെത്തും. കുറച്ച് കഴിയുമ്പോൾ മുന്നോട്ടുള്ള യാത്രയിൽ ഒരു തടസ്സം ആരെങ്കിലും നിന്നതായിട്ട് തോന്നുന്നുണ്ടോ? അങ്ങനെയൊന്നും ആരും നിന്നിട്ടില്ല, അങ്ങനത്തെ ഒരു സ്പേസ് കൊടുത്തിട്ടില്ല. അങ്ങനത്തെ ഒരു സ്പേസ് കൊടുത്തിട്ടില്ല. വിഷമങ്ങളും ഇഷ്ടങ്ങളും സ്നേഹം അങ്ങനെയൊക്കെ നമ്മളുടെ മനസ്സിലായോ, ഞാൻ ചെയ്താൽ വിഷമം വരുമല്ലോ, ഞാൻ ചെയ്താൽ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. ഇഷ്ടം കൊണ്ട് തോന്നിയിട്ടുണ്ടെന്നല്ലാതെ ഇയാളെന്നെ അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഇഷ്ടപ്പെട്ടത് കിട്ടാതെ വന്നിട്ടുണ്ടോ? അതൊക്കെ എല്ലാവർക്കും ഉള്ളല്ലേ. ഇതൊക്കെ എന്ത് ചോദ്യമാണ്? ഇഷ്ടപ്പെട്ടത് കിട്ടാതെ സിനിമാ മേഖലയിലാണ് ഞാൻ ചോദിക്കുന്നത്. സിനിമാ മേഖലയിൽ മാത്രമല്ല, നമ്മൾ ആഗ്രഹിക്കുന്ന ചില റോള് പോയിട്ട് ഞാൻ പറഞ്ഞില്ലേ ഓഡീഷനൊക്കെ കൊടുക്കുന്ന. അതല്ല, അത് നമുക്ക് കിട്ടി, കയ്യെത്താൻ ഇവിടെ നിൽക്കുവാണ്, എന്നിട്ട് നഷ്ടപ്പെടുമ്പോൾ ഒരു ബുദ്ധിമുട്ട് വേറെയാണ്. അതിന് പോകുന്നത് എങ്ങനെയാ? ഇത് വെറുതെ പേരിനുള്ള ഒരു ഓഡീഷനാണ്, അഖില വന്ന് ഇത് ചെയ്യൂന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ പോണത്. നമ്മൾ ഇപ്പൊ കിട്ടും എന്ന് വിചാരിച്ചിട്ടല്ലേ പോണത്. അവിടെ ചെല്ലുമ്പോഴാണ് കിട്ടാതെ വരുന്നത്. അപ്പൊ നമുക്ക് തോന്നും അയ്യോ. പിന്നെ അതിനെ ആലോചിച്ചിരുന്ന് വിഷമിച്ചാൽ ഇതിനെ നേരം ഉണ്ടാവുള്ളൂ, കിട്ടാത്തതിന് നേരം ഉണ്ടാവുള്ളൂ. പക്ഷെ അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? എപ്പോഴെങ്കിലും വേണ്ട എന്ന് തോന്നിയോ? ഇനി എനിക്ക് വേണ്ട? ഇല്ല, അങ്ങനെ വേണ്ടാന്ന് തോന്നിയിട്ടില്ല. പക്ഷെ സ്റ്റക്കായി പോയിട്ടുണ്ട്. സ്റ്റക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിയേറ്റർ ചെയ്യുന്ന സമയത്താണ്. ഞാനൊരു ക്യാരക്ടറിനെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദിവസം ഞാൻ സ്റ്റക്കാവാണ്. എൻ്റെ മാഷ് എന്നോട് പറയാണ്, അഖില ഐ നീഡ് സംതിങ് എൽസ്. അപ്പോൾ ആ പോയിന്റിൽ ഞാൻ സ്റ്റക്കായി. ദൈവം സഹായിച്ച് എനിക്ക് അങ്ങനത്തെ മൊമെന്റ്സിലൊക്കെ എന്തോ ഒരു ബ്ലെസ്സിങ്സ് ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ സമയത്താണ് ഞാൻ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയതും പിന്നീട് ഇപ്പം ഞാൻ ആക്ടിങ്ങിനെ അപ്രോച്ച് ചെയ്യുന്നതും ചെറിയൊരു ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അങ്ങനെ ഒരു സ്റ്റക്കായിട്ടുള്ള പോയിന്റ്. എത്ര നാൾ സ്റ്റക്കായി? ഓൾമോസ്റ്റ് ലൈക്ക് 6-7 months. നമ്മൾ ഡൗൺ ചെയ്തിട്ട് ലൈക്ക് നമ്മൾ ഈ പറഞ്ഞതുപോലെ ഈ ഓപ്പർച്യൂണിറ്റീനെ പല രീതിയിൽ നമുക്ക് വേണ്ടാന്ന് പറയും. ചിലതൊക്കെ നമ്മളെ ഭയങ്കരമായിട്ട് ഹേർട്ട് ചെയ്യും. നമ്മളെ കോൺഫിഡൻസ് തന്നെ ഇല്ലാണ്ടാക്കാവുന്ന രീതിയിൽ നമുക്ക് തിരിച്ചു കിട്ടും. അങ്ങനെ കിട്ടുന്ന സമയത്ത് ക്യാമറയുടെ മുന്നിൽ നിൽക്കാൻ ഒരു 2-3 പ്രാവശ്യം പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്. ഇതും ആ സ്റ്റക്കായതെല്ലാം ഒരുമിച്ചായിരുന്നു. അപ്പം അതിന് എനിക്ക് കുറച്ച് ടൈം എടുക്കും. അത് ആക്ച്വലി നമ്മളത് ഒരു സ്ക്രിപ്റ്റിൽ വർക്ക് ചെയ്യുന്നു. നമ്മൾ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് അതിനെ ഡെവലപ്പ് ചെയ്തൊരു സ്റ്റോറി ആക്കുന്നു. അതിനുശേഷം വേറെ കുറച്ച് പേര് എൻട്രി ചെയ്യുന്നു, നമ്മുടെ ആക്ടിങ് സ്കിൽസിനെ വളരെ മോശമായിട്ട് അപ്രോച്ച് ചെയ്യുന്നു.
അപ്പം നമ്മൾ ഒരു പോയിന്റിലെത്തണോ, അപ്പം കൊറോണ ഒക്കെ നടക്കുന്ന സമയം ഇപ്പോൾ ഓൺലൈനിലാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് എനിക്ക് എന്നെ ഒരു പ്രാവശ്യം സ്റ്റേജിൽ പെർഫോം, അല്ലെങ്കിൽ എന്നെ ഒരു പ്രാവശ്യം ഓഡീഷൻ ചെയ്തിട്ട് എൻ്റെ അടുത്ത് നീ ക്യാരക്ടർ എടുത്തോളൂ, ഞാൻ ചെയ്തിട്ട് നന്നായിട്ടില്ല എന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ നിങ്ങൾ വേറെ കാസ്റ്റ് ചെയ്തോളൂ, അതല്ലാതെ ഡോണ്ട് ടേക്ക് ദിസ് എന്ന് ഞാൻ പറഞ്ഞിട്ട് പോലും. അതിനുശേഷം പിന്നീട് അത് വളരെ വേറെ രീതിയിൽ പോയി, പിന്നെ അത് സിനിമയായി, അങ്ങനെ ഇങ്ങനെയൊക്കെ ആയി. പക്ഷേ എന്നെ എഫക്റ്റ് ചെയ്തിരുന്നു. പിന്നീട് എനിക്ക് 2-3 ഷൂട്ടിനൊക്കെ പോകുന്ന സമയത്ത് എനിക്കിത് ചെയ്യാൻ പറ്റുമോ എന്ന് ആദ്യത്തെ 2-3 പ്രാവശ്യം തോന്നിയിട്ടുണ്ടായിരുന്നു. പക്ഷെ ദെൻ യു കാൺട്ട് ഓൾവേസ് തിങ്ക് അബൌട്ട് ദിസ് മോർ ദൻ എ ടൈം, ദെൻ യു ഹാവ് ടു കം ഔട്ട് ഓഫ് ഇറ്റ്. പീപ്പിൾ ഡു ബുൾഷിറ്റ് തിങ്സ്, പക്ഷെ ദെൻ യു ഹാവ് ടു ബിലീവ് ഇൻ യുവർ സെൽഫ്. അപ്പം ഐ ഫെൽറ്റ് ലൈക്ക് ഓക്കെ, ശരിയായിരിക്കും, എൻ്റെ മോശമായിരിക്കും, ഇറ്റ്സ് ഫൈൻ, അവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല. സോ നൗ ഐ ഷുഡ് ഫൈൻഡ് ഇറ്റ്. ബാഡ് എന്ന് പറയുമ്പോഴാണല്ലോ നമുക്ക് അടുത്തത് ഫൈൻഡ് ചെയ്യേണ്ടത്. സോ ദെൻ ഐ വെൻറ്റ് ഓൺ, ദെൻ ഐ ഗോട്ട് സ്റ്റക്ക്. പിന്നെ എനിക്ക് ഐ കാൺ സ്റ്റേ സ്റ്റക്ക് ബീങ് എൻ ആർട്ടിസ്റ്റ്. അപ്പോൾ എന്തൊക്കെയോ ചില കാര്യങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രകൾ വഴി പോയി കുറേ ആർട്ടിസ്റ്റുകളെ കണ്ടു, അവർ വർക്ക് ചെയ്യുന്ന രീതികൾ കണ്ടു. അതൊന്നും അപ്പടി പഠിച്ചു എന്നല്ല പറയണത്, അതിൽ നിന്നൊക്കെ ഒരു കുഞ്ഞി കടുകുമണിയിലെക്കാട്ടിലും താഴെയുള്ളൊരു കുഞ്ഞൊരു എസൻസ് നമുക്ക് കിട്ടും. അതെന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ആ എസൻസിന് ഒരു ഭയങ്കര ബ്യൂട്ടി ഉണ്ട്, അതിനെ ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്. അതാണ് ഒരു പക്ഷെ ഞാൻ ഇന്ന് ഭയങ്കര പോസിറ്റീവായിട്ട് ഇവിടെ ഇരിക്കുന്നത്. സ്റ്റെക്ക് ഭയങ്കരമായി അനുഭവിച്ചു അല്ലേ? അതനുഭവിച്ചു, അത് കിട്ടിയായിരുന്നു നല്ലപോലെ, മാറ്റി നിർത്തപ്പെടുന്നത് പോലെ. അതൊക്കെ അങ്ങനെയൊക്കെ തോന്നിയിട്ടുണ്ട്. അവരെ പിന്നെ കണ്ടിട്ടുണ്ടോ? പിന്നെ അത് ഞാൻ ഇൻഡസ്ട്രിന്ന് പഠിച്ചതാണ്. നമ്മളെ ചിലപ്പോൾ അവർ അറിഞ്ഞുകൊണ്ട് ചെയ്തതായിരിക്കില്ല, അവർക്ക് അറിയ പോലും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ പ്രൊഫഷനായിട്ട് തന്നെ ട്രീറ്റ് ചെയ്യണം. നമ്മളുടെ ഇൻഡസ്ട്രിയിൽ ഏറ്റവും കൂടുതൽ ഞാൻ കാണുന്ന പ്രൊഫഷണൽ പേഴ്സണൽ എല്ലാം മിക്സ് ആണ്. സംവെയർ ദർ ഷുഡ് ബി സം പ്രൊഫഷണലിസം. അത് നമ്മൾ അതിനെ കണ്ടു, കിട്ടിയില്ല, തീർന്നു, അതിനെ വിടുക. ചില സമയത്ത് നമ്മളെ എഫക്റ്റ് ചെയ്യും, പക്ഷെ ഇറ്റ് ഈസ് നോട്ട് എനി വൺസ് എൽസ് റെസ്പോൺസിബിലിറ്റി ടു ആസ്ക് യു ടു ഗെറ്റ് അപ്പ്. ഇറ്റ് ഈസ് യുവർ ഓൺ റെസ്പോൺസിബിലിറ്റി. ഇഫ് യു ഫോൾ യു ഹാവ് ടു ഗെറ്റ് അപ്പ്, യു ഹാവ് ടു. അല്ലെങ്കിൽ വേറെ നോ വൺ എൽസ് ഇസ് നോട്ട് ഗോണ കം. അത് നമ്മൾ പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇരുന്നു. നമ്മൾ അവിടെ ഇരുന്നാൽ പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല, കൈ പിടിച്ചു നിർത്താനും ആളുണ്ടാവില്ല. പിന്നെ ഫാമിലിയൊക്കെ ഉണ്ടല്ലോ. പിന്നെ അങ്ങനെ നമ്മൾ ഈ ഇതൊക്കെ പറഞ്ഞു കേട്ടിട്ടില്ലേ, ആൾക്കാർ ഡിപ്രഷനിലേക്കൊക്കെ പോകുന്ന സമയത്ത് കൈ പിടിച്ച് കയറ്റാൻ ചിലപ്പോൾ ഒരാളുടെ ആവശ്യം വരും. അച്ഛനോ അമ്മയോ ആരെങ്കിലും ഒരാളുടെ ആവശ്യം ഉണ്ടാവും. ഒരു മോട്ടിവേഷൻ, ഒരു ഫോൺ കോൾ ആസ്കിങ് യു വേർ യു ആർ ഓക്കെ ആണോ എന്ന് ചോദിക്കുന്ന ചില കാര്യങ്ങൾ നമ്മളെ വളരെ കൃത്യമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുമ്പോൾ അതൊരു മനുഷ്യന് ആവശ്യമാണ്. വി നീഡ് ഫ്യൂവൽ. ആ ഫ്യൂവൽ എന്ന് പറയുന്നത് എന്താ, ആർട്ടിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അപ്രിസിയേഷൻസ് ആണ്. ആ അപ്രിസിയേഷൻസ് കിട്ടണം. അത് തരാൻ നമ്മളുടെ ജീവിതത്തിൽ കുറച്ച് നല്ല ആൾക്കാർ വേണം, അത് നിർബന്ധമായിട്ടും വേണം. അങ്ങനെ ഉണ്ട്. മറ്റു ഭാഷയിലേക്ക് ഓഡിഷൻ എല്ലാം പോയിട്ടുണ്ടോ? ഹിന്ദി കൊടുക്കാറുണ്ട്. ഞാനിപ്പോൾ ചെറുതായിട്ടൊക്കെ മുംബൈയിലേക്കൊന്ന് കയറിയായിരുന്നു. അപ്പം ഞാൻ അവിടുത്തെ ആഡൊക്കെ ചെയ്യാറുണ്ട്. ആഡ്സ് ആണ് ഇപ്പോൾ ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. പിന്നെ ഓഡിഷൻസ് കൊടുക്കാറുണ്ട്. ആഡ്സ് ആണ് ഇപ്പോൾ അവരുടെ 4 ആഡ് ചെയ്തു. അംബുജയുടെ ചെയ്തു. പിന്നെ കുറച്ച് മിൽക്കാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി ഇറങ്ങാനുണ്ട് കുറച്ച്, അങ്ങനത്തെ കുറച്ച് ആഡ്സ് ഒക്കെ ചെയ്തു. അങ്ങോട്ട് ഒന്ന് നോക്കുന്നുണ്ട്. അങ്ങനെയല്ല, നമ്മൾ സൗത്ത് ഇന്ത്യന്നാന്ന് പറയുമ്പം വി ഹാവ് എ മാർക്കറ്റ് റൈറ്റ് നൗ. നമ്മുടെ ഇൻഡസ്ട്രീനെ എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കുകയല്ലേ. വാട്ട് എവർ വി ഹാവ് ദാറ്റ് ഈസ് ഹിയർ, ബട്ട് പീപ്പിൾ ആർ ലുക്കിംഗ് കീൻലി ഇൻ ടു സൗത്ത്. അപ്പം ആ ഒരു ആക്സെപ്റ്റൻസ് പുറത്ത് തീർച്ചയായിട്ടും ഉണ്ട്. സൗത്ത് ഇന്ത്യയിൽ നിന്നാണ്, പ്രത്യേകിച്ച് കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരാണ് അവിടെ എല്ലാവരും. പിന്നെ ഹിന്ദി പഠിച്ചു, ഹിന്ദി അറിയായിരുന്നു, എന്നാലും ഫ്ലുവൻ്റ് ആയി. അതൊരു ഗുണമുണ്ടായി, ഹിന്ദി പഠിച്ചു. ഇനി അങ്ങോട്ട് സൗത്ത് ഇന്ത്യൻ ആർട്ടിസ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെയൊക്കെ വലിയ ഡിമാൻഡും വിലയുമാണ്. നമ്മൾ ഇഷ്ടപ്പെടുകയാണ്, സ്നേഹിക്കുകയാണ്. കാരണം നമ്മളുടെ നാട്ടിൽ നിന്ന് ഇപ്പം എന്തോരം സിനിമകളാണ് വരുന്നത്, എന്തോരം അപ്രിസിയേഷൻസ് ആണ്, നമുക്ക് അവാർഡുകൾ കിട്ടുന്നു, ആൾക്കാർ അതിനെ നോക്കിക്കാണുന്ന. ഇന്ത്യയിൽ പീപ്പിൾ റിയലി റെസ്പെക്ട്. അത് ഞാൻ പുറത്തുനിന്ന്, നമ്മൾ ഇവിടെ നിന്ന് വർക്ക് ചെയ്തു, ഞാനൊക്കെ ഈ നിലമ്പൂർ സ്ഥലത്തു നിന്ന് വരുന്നല്ലേ, നമ്മളധികം പുറത്തൊന്നും പോയിട്ടില്ല. ഇപ്പോഴാണ് ട്രാവൽ ചെയ്യുമ്പോൾ പീപ്പിൾ വെൻ സേ ദാറ്റ് ഐ എം ഫ്രം സൗത്ത് ഫിലിം ഇൻഡസ്ട്രി, പീപ്പിൾ സേ ആണോ എന്ന് പറയും. ഐ ഓൾസോ ഫീൽ ഗുഡ്. എന്തെങ്കിലും നമ്മൾ ചെയ്തത് തെറ്റായി പോയി, അത് നമുക്ക് തിരുത്തേണ്ടതാകും, അങ്ങനെ എന്തെങ്കിലും സംഭവം ഉണ്ടോ? ഇല്ല, അങ്ങനെയൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. അങ്ങനത്തെ തെറ്റൊന്നും ഞാൻ ചെയ്തിട്ടില്ല. ഒരു വാക്കാലാണെങ്കിലും അങ്ങനെ ആരെങ്കിലും നമ്മൾ ഞാൻ അങ്ങനെ അറിഞ്ഞുകൊണ്ട് ആരെയും എനിക്ക് അങ്ങനെ ഇങ്ങനെയൊന്നും ടെമ്പറൊന്നും തെറ്റില്ല.
ഞാൻ അങ്ങനെ ഇല്ല, അങ്ങനെയൊന്നും ഞാൻ ആരോട് സംസാരിക്കാറില്ല. വേണ്ട എന്നത് പിന്നീട് വേണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഇല്ല, എനിക്കൊരു ഡിസിഷൻ ഉണ്ടെങ്കിൽ അതിൻ്റെ അപ്സും ഡൗൺസും ഞാൻ നോക്കും. ഇത് ഞാൻ എടുക്കുകയാണെങ്കിൽ എനിക്ക് ഇത്രയും ഡൗൺസ് ഉണ്ട്, ഇതിൽ ഞാൻ അച്ചീവ് ആയിട്ടില്ലെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ പ്രശ്നങ്ങളുണ്ടാവും, പക്ഷെ എനിക്ക് അറിയാം ഇത് ഇങ്ങനെയൊക്കെയാണ്. അതിൻ്റെ വേഴ്സ്റ്റ് വരെ ഞാൻ ചിന്തിച്ചിട്ടേ ഞാനൊരു ഡിസിഷനിൽ എടുക്കുള്ളൂ, വെൻ ഐ എം ടേക്കിംഗ് മൈ ഓൺ ഡിസിഷൻസ്. അപ്പം ഇപ്പം ഞാൻ സിനിമയിൽ വന്നതിൽ വാട്ട് എവർ ഔട്ട്കംസ് ഇറ്റ് ഈസ് മൈ ഓൺ. അത് ഞാൻ അതിനെ ഓണായിട്ട് തന്നെ എടുക്കുന്നത്. അതുകൊണ്ട് എനിക്ക് റിഗ്രറ്റ്സ് ഇല്ല. റിഗ്രറ്റ്സിന് ഞാൻ ചാൻസും കൊടുക്കാറില്ല. ഐ ഡോണ്ട് ഗിവ്. എന്നെ കൊണ്ട് പറ്റാവുന്ന 140% ഐ ഗിവ്. അതിനുശേഷം അത് സംഭവിച്ചാലും സംഭവിച്ചില്ലെങ്കിലും ഐ ഡോണ്ട് റിഗ്രറ്റ്. നമുക്കൊരു സീൻ, ഒരു സിനിമയിൽ ഒരു സീനാണെങ്കിലും അല്ലേ, അത് നമ്മൾ തന്നെ ചെയ്യണമെന്ന് അവർ പറയുന്നു, നമ്മൾ തന്നെ ചെയ്യുന്നു. ഒരു സീനാണെങ്കിലും അഭിനയിക്കാൻ നമ്മൾ തയ്യാറാണ്. അല്ല നമുക്ക് ഇന്ന ക്യാരക്ടർ വേണം, ഇത്ര സമയം വേണം, ഇത്ര ലെന്ത് വേണം, അങ്ങനെയൊന്നും ഡിമാൻഡുകളൊന്നും അഖിലേക്കില്ലല്ലോ. ഇല്ല, അത് ശരിക്കും എക്സ്പീരിയൻസ് കൂടെ പഠിച്ചത്. ഞാൻ ഒരിക്കലും ഇലവീഴ പൂഞ്ചിറയിൽ ഞാൻ ആ സീൻ ചെയ്യുമ്പം എനിക്കത് ഇത്രയും ഇമ്പാക്റ്റ് ഉള്ള ഒരു സീനാണെന്നും ആ സ്റ്റോറിയിൽ എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടില്ലല്ലോ. എനിക്ക് സ്ക്രിപ്റ്റ് തന്നിട്ടുമില്ല. എന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു സ്ക്രിപ്റ്റ് മാറ്റും ചെയ്യും. അഖില ഇത് സിനിമ തിയേറ്ററിൽ കണ്ടാൽ മതി. അപ്പം എനിക്കറിയില്ല എൻ്റെ ക്യാരക്ടറിൻ്റെ ഇൻറ്റൻസ് എന്ത്. ഞാൻ ആ പടം മുഴുവൻ ചെയ്യുന്നത് എനിക്കൊരു സീക്വൻസ് ഉണ്ട്, സൗബിക്കയുടെ വൈഫാണ്, ഇത്ര മാത്രമേ എനിക്കറിയുള്ളൂ. എനിക്കൊരു എക്സ്പെക്റ്റേഷൻസ് നത്തിങ്, ഒന്നുമില്ല. സിനിമ കണ്ടപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ദിസ് എൻറ്റയർ മൂവി ഈസ് ബേസ്ഡ് ഓൺ ദിസ് ക്യാരക്ടർ. അപ്പം ഞാൻ ചെയ്തത് അത്രയും വലിയ ക്യാരക്ടറാണ്. എൻ്റെ അടുത്ത് പലരും ചോദിച്ചിട്ടുണ്ട് ഒരു സീനും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നന്നായി. പക്ഷെ എനിക്ക് തന്നെ തോന്നിയിട്ടില്ല അതിലൊരു സീൻ വേണം എക്സ്ട്രാ എന്ന്. വളരെ എനിക്കങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഞാൻ ഷൈഖാനോട് പറയുന്നതാ, എനിക്കതങ്ങനെ തോന്നിയിട്ടേ ഇല്ല. ഇനിയിപ്പം അവരെ ഒരു ഗ്യാങ് ഉണ്ട് അല്ലേ, അവരൊരു കൂട്ടുകെട്ടുണ്ടല്ലോ സൗബിൻ, അവരൊക്കെ ഒരു കൂട്ടുകെട്ട്, ഒരു ടീമുണ്ട്. അതിലേക്ക് എത്തിപ്പെടാൻ പറ്റാത്ത എന്താന്ന് നോക്കിയിട്ടുണ്ടോ? ഞാൻ പറഞ്ഞില്ല, ഞാൻ അങ്ങനെ ടീം പ്ലെയേഴ്സിന് ഞാൻ നോക്കുമ്പോൾ സൗബിക അല്ലാത്ത പടങ്ങൾ ചെയ്യുന്നുണ്ട്, ഉണ്ട്. അപ്പൊ അത് ടീമല്ല, അവരെല്ലാം ഒരു പക്ഷേ ഇവരുടെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് ഒരുപാട് മുന്നേ ഉള്ളതായിരിക്കും. അവർ സംസാരിച്ചിട്ടുള്ള പ്രൊജക്റ്റുകളായിരിക്കും, അത് അവർ ഹാപ്പനിങ് ആക്കുന്നതല്ലേ. അതൊരു ഗ്യാങ് ആണെന്ന് എനിക്കൊരിക്കലും തോന്നിയിട്ടില്ല. അപ്പം ഞാൻ വർക്ക് ചെയ്യുന്ന നമ്മൾ ഗ്യാങ് ആയിട്ട് അതിനെ ഇത് അങ്ങനെയാണെന്ന് തീരുമാനിച്ചാൽ ഇതങ്ങനെയാണ്. ഞാൻ അങ്ങനെ നോക്കുന്ന ഒരാളല്ല. അവർ കുറേ വർഷമായിട്ട് അറിയുന്ന ആൾക്കാർ, അവരുടെ ഇടയിൽ ഒരുപാട് കഥകൾ, ചിലപ്പോൾ 10 വർഷം മുന്നേ പറഞ്ഞ കഥകൾ ഇന്ന് അവർക്കത് ചെയ്യാൻ പറ്റുമ്പോൾ അത് ചിലപ്പോൾ അത് ചെയ്യുന്നു. ഇതേ സൗബിക എത്രയോരം വേറെ പടങ്ങൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എന്തുകൊണ്ട് നമ്മൾ പെർട്ടിക്കുലർലി അതിനത് അങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് കോൾഡ് ജഡ്ജ്മെന്റൽ. എനിക്കങ്ങനെ തോന്നിയിട്ടില്ല. എനിക്ക് തോന്നിയിട്ടുള്ള എല്ലാവരും പല രീതിയിലും പറയുമ്പം എല്ലാവരും എനിക്ക് തോന്നുന്നു ഈ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്ന ഇതിൽ എല്ലാവരും ഡിഫറെൻറ്റ് പടങ്ങൾ ചെയ്യുന്നു, വേറെ ആൾക്കാരുടെ കൂടെ വർക്ക് ചെയ്യുന്നു. ഇവർക്ക് അന്യോന്യം തോന്നിയിട്ടില്ല, പക്ഷെ പുറത്തു നിൽക്കുന്നവർക്കാണ് അത് തോന്നുന്നത് ഇതൊരു ഗ്യാങ് ആണെന്ന്. അങ്ങനെ ഇനിയിപ്പം അഭിനയം വേറെ മേഖല നോക്കുന്നുണ്ട്, സിനിമയിൽ ഒത്തിരി മേഖല ഉണ്ടല്ലോ. ഇല്ല, ഞാൻ പറഞ്ഞില്ല, ഞാൻ ടീം വർക്കിൽ വിശ്വസിക്കുന്ന ഒരാളാണ്. ഞാനിത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ കോസ്റ്റ്യൂമിൽ വർക്ക് ചെയ്യാൻ പോകും, തിയേറ്ററിൽ സ്റ്റേജ് മാനേജ്മെന്റിന് പോകാറുണ്ട്, ആക്ടിങ്ങിന് ഞാൻ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പം എനിക്ക് എവിടെയെങ്കിലും എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് തോന്നിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഉണ്ടെങ്കിൽ ഞാൻ ട്രൈ ചെയ്യും. എനിക്ക് അങ്ങനത്തെ ഇപ്പം എനിക്ക് ആ സമയത്ത് ആക്ടിങ് ആണെന്നുണ്ടെങ്കിൽ ആക്ടിങ് ചൂസ് ചെയ്യും. അല്ലാതെ എനിക്ക് ഇത് ചെയ്യണം എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ ഐ ലേൺ അബൌട്ട് ഇറ്റ്, ഐ ഡു. അങ്ങനെ നമ്മൾ ഇതിനൊക്കെ ചുറ്റിപ്പറ്റി ഇങ്ങനെ ഇതറിയാം അവിടെ എന്തൊക്കെയാണ് സംഭവിക്കുന്നത്, നമ്മൾ എന്തൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റും ആസ് എൻ ആർട്ടിസ്റ്റ്, എത്ര കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും. ചിലത് നമ്മൾ ക്യാരി ഓവർ ചെയ്യും, ചിലത് നമ്മൾ വിട്ടുകളയും. അങ്ങനെ എന്താ തുടങ്ങിയിട്ടുള്ളൂ. ഞാനിപ്പം ഫെസ്റ്റിവൽസ് കുറച്ച് അറ്റൻഡ് ചെയ്യുന്നു. സെറൻറ്റിപ്പിറ്റി, ബാരംഗം, ഇറ്റ്ഫോക്ക്, അങ്ങനെ കുറച്ച് പ്ലേസിനെ കുറിച്ചൊക്കെ ഇപ്പോഴാണ് ഒന്നും കൂടെ എക്സ്പ്ലോർ ചെയ്ത് പഠിക്കണം എന്ന് തോന്നുന്നത്. അപ്പോൾ പ്ലേസ് കാണാൻ പോകാറുണ്ട്. പിന്നെ കുറച്ച് ഫ്രണ്ട്സൊക്കെ അവിടെയും ഇവിടെയൊക്കെ ഉള്ളതുകൊണ്ട് ചില സമയത്ത് ഇവരുടെ ട്രഡീഷണൽ ഫെസ്റ്റിവൽസ് കാണാൻ വേണ്ടി പോവും. അങ്ങനെയൊക്കെ യാത്ര. അസാം പോയി, ഭൂട്ടാൻ പോയി, പിന്നെ ഗോവ, ഡൽഹിയിൽ തന്നെ കുറേ നടന്നു, ഫോട്ടോഷൂട്ട് ചെയ്തു. അപ്പോൾ അങ്ങനെയൊക്കെ കണക്ട് ചെയ്യാൻ ശ്രമിക്കാറുണ്ട് വേറെ കൾച്ചറിലൊക്കെ ആയിട്ട്. അപ്പോൾ ഇനിയും ഒത്തിരി സിനിമകൾ അഖില ചെയ്യട്ടെ, അഖിലയുടെ ആഗ്രഹങ്ങളൊക്കെ സഫലമാകട്ടെ. ഈ പറഞ്ഞതുപോലെ ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടം അല്ല, കുടുംബം കൂടെ എന്നുള്ളൊരു പോരാട്ടമാണ് എന്നാണ് എനിക്കിപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായത്. കുറേ പേരുണ്ടെന്ന്, കുടുംബം മാത്രമല്ല ഫ്രണ്ട്സ് ഉണ്ട്. ഇപ്പോഴും ചില സമയത്ത് ഡൗൺ ഒക്കെ ആവുമ്പോൾ എൻ്റെ സ്കൂളിൽ പഠിച്ച അവരൊക്കെ വിളിച്ച് തരുന്നൊരു മോട്ടിവേഷനും അതൊക്കെ ഒരിക്കലും അഡ്രസ്സ് ചെയ്യാതിരിക്കാൻ പറ്റുന്ന, എനിക്ക് പേരെടുത്ത് പറയാൻ പറ്റില്ല, കുറേ പേരുണ്ട്. സ്കൂള്, കോളേജ്,
ചില സമയം ഞാനങ്ങനെ എപ്പോഴും വിളിക്കുന്ന ഒരാളൊന്നും അല്ല. ഞാനങ്ങനെ ഇങ്ങനെ പോകുന്ന ഒഴുക്കിൽ ചില സമയത്ത് ഇവർക്ക് വിളിക്കാൻ വിട്ടോ. പക്ഷെ എന്നാലും ഞാൻ വിളിക്കുമ്പോൾ ഫോൺ എടുത്തിട്ട് ഞാനതാണെന്ന് മനസ്സിലാക്കി എൻ്റെ കൂടെ നിൽക്കുന്ന ഒരുപാട് പേരുണ്ട്. അവരൊക്കെ ഇനിയും തുടർന്നും ഉണ്ടാകട്ടെ. അതെ, ശരിയാണ്, ഇനിയും തുടർന്നുണ്ടാകട്ടെ. നമ്മളെന്നും ഇവിടെ തന്നെ കാണും എന്ന് വിശ്വസിക്കുന്നു. വിശ്വാസമല്ല നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പം ഇനി ഒത്തിരി വേഷങ്ങൾ കിട്ടട്ടെ. ഒത്തിരി സന്തോഷം.